Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु मसीह के नाम को स्तुति होने पाए. 19ാമത് ഡോൾവൻ കൺവെൻഷനിൽ ദൈവദിനമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 19वां डोलवन कन्वेंशन में परमेश्वर का वचन लेकर यहाँ खड़ा रहने के लिए प्रभु ने मदद की, इसलिए प्रभु को धन्यवाद. ഏകദേശം 2 പതിറ്റാണ്ടുകളായി മസീ മണ്ഡലി അസോസിയേഷൻ സഭകൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ദൈവം നൽകുന്ന വലിയ ആത്മീയ മുന്നേറ്റങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. पिछले 19 साल लगभग 20 साल से अधिक भारत देश का कलीसिया का बढ़ोतरी के लिए मसीह मंडली के द्वारा परमेश्वर करते हुए सारे कामों को मैं आदर करता हूं, धन्यवाद देता हूं. 90ന്റെ മധ്യപകുതിയിൽ പ്രാർത്ഥനയോടെ കർത്താവിന്റെ ദാസൻ ആരംഭിച്ച ശുശ്രൂഷ ഈ രാജ്യത്താകമാനം പടർന്നു പിടിക്കുവാൻ ഏകദേശം 10-20ഓളം സ്റ്റേറ്റുകളിൽ ഈ പ്രവർത്തനങ്ങൾ വിശാലമാകുവാൻ ദൈവം ഒരുക്കിയ സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 1990 के बीच में प्रभु गदासा जी मैथ्यू के द्वारा शुरू किया इस सेवागाई अभी लगभग 20 राज्यों में फैलने के लिए और बढ़ते जाने के लिए परमेश्वर ने मदद किया है, इसलिए प्रभु को महिमा हो. അല്പകാര്യങ്ങളുടെ തുടക്കത്തെ തുച്ഛീകരിക്കാത്ത ദൈവം നമ്മുടെ പ്രവർത്തനങ്ങളെ വിശാലമാക്കുന്നതിനായി വർദ്ധിപ്പിക്കുന്നതിനായി ഞാൻ വീണ്ടും കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. छोटे शुरुआत को कभी तुच्छ नहीं जानता, परमेश्वर हमारा हर एक कामों को सेवागाइयों को बढ़ते आगे लेकर जाएगा. ഇത്രയധികം സ്റ്റേറ്റുകളിൽ നിന്ന് എല്ലാ സ്റ്റേറ്റുകളെയും പ്രതികരിച്ച് മിഷൻ ഫീൽഡിലായിരിക്കുന്ന ദൈവദാസന്മാർ അവരോട് കൂടെ വന്നിരിക്കുന്ന പൈനിയർ മിഷൻ മൂവ്മെന്റുകളിൽ വിവിധ തലങ്ങളിൽ അധ്വാനം ചെയ്യുന്ന സുവിശേഷകർ, അവർ കുടുംബങ്ങൾ എല്ലാവരെയും ഓർത്ത് വീണ്ടും കർത്താവിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. मसीह मंडली का 20 से अधिक राज्य से आए हुए और हर जगह का मिशन और सेवागाई जगह का प्रतिदान करते हुए यहाँ पर आए सारे मिशनरी लोग और सारे प्रभु का दासी लोगों को मैं वंदना करता हूँ. ഈ ദിവസങ്ങളിൽ പ്രധാന അതിഥികളായി വിവിധ ദേശങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട കർത്തൃഭൃത്യന്മാരെ ഓർത്തും കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. और इस दिनों में हमारे बीच में वचन लेकर आया है बहुमूल्य प्रभु का दास लोग, अतिथिगण, सबके लिए मैं धन्यवाद देता हूँ. പ്രിയ ദേവദാസൻ ഇന്ന് രാവിലെ ശുശ്രൂഷമാർക്ക് വേണ്ടിയും അപ്പോൾ തന്നെ മിഷന്മാർ, അവരുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ലേ ലീഡേഴ്സ്, ധാരാളം പ്രിയമുള്ളവർ ഇന്നത്തെ ഈ മിഷൻ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. और मैं जानता हूँ आज यहाँ पर बहुत सारे प्रभु का दासी लोग और अगुवा लोग, आगेवान लोग हमारे बीच में इस कॉन्फ्रेंस में शामिल हो रहा है. നാം പകൽക്കാലം ഒരു മിഷൻ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് കോൺഫറൻസ് ആയും രാത്രി നമ്മുടെ ഗോസ്പൽ മീറ്റിംഗ്, രോഗശാന്തി ശുശ്രൂഷ ഉൾപ്പെടെ വിടുതലിന്റെ ശുശ്രൂഷകൾ രാത്രി ഒരു പൊതുയോഗമായിട്ടാണല്ലോ നമ്മൾ നടത്തുന്നത്. और हम जानते हैं दिन का एक सेमिनार जैसा हम चलाता है और शाम का बड़ा सभा हमारे बीच में एक बहुत बड़ा छुटकारा का सभा कर हम चलाता है. വൈകുന്നേരം ഈവനിംഗ് ഗോസ്പൽ മീറ്റിംഗുകളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ഡോൺവിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. और कल हमने देखा था कि हजारों से अधिक हजारों लोग हमारे बीच में शाम का मीटिंग में भाग लेता है. കർത്താവ് നമ്മുടെ നടുവിൽ വലിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. परमेश्वर हमारे बीच में बड़े कार्य तो करता है. എത്രപേർക്ക് വിശ്വസിക്കാൻ കഴിയും? നാം ഒരു ഉണർവിന്റെ വാക്കിൽ നിൽക്കുകയാണ്. कितने लोग विश्वास करते हैं हम जागृति तक पहुंच गए हैं. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ച, ഒരു വലിയ ആത്മമാരി നമ്മുടെ നടുവിൽ പെയ്തിറങ്ങിയാണ്. पवित्र आत्मा के एक बहुत बड़ा बेधार, एक बहुत बड़ा बारिश हमारे बीच में हो रहा है. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാപിക്കാൻ പോകുകയാണ്. आज भी हम परमेश्वर से पाने के लिए जा रहा है. എത്രപേർക്ക് ദൈവ സന്തോഷമുണ്ട്? कितने लोग खुशी से बैठा है. ഹല്ലേലൂയ, हालेलुया. ഞാൻ പറയാം, ഈ 19ാമത് ഡോൾവൻ കൺവെൻഷൻ വന്നവര് ഇതുപോലെ നിങ്ങൾ മടങ്ങിപ്പോകുകയില്ല. പരിശുദ്ധാത്മാവുമായി ഇന്നലെ രാത്രി നാം കേട്ടതുപോലെ ഒരു ഡിവൈൻ എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുകയാണ്. कल जैसा हमने सुना है इस 19वां डोलवन कन्वेंशन में आए वो लोग जैसे आए वैसा घर नहीं लौटोगे, एक बहुत बड़ा मुलाकात के साथ यहाँ पर सजाओगे. വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗമുള്ളവർക്ക് बाइबल में हम देख सकते हैं जिसको बुलाहट मिला है उनको 2 प्रकार उनको नियुक्त किया गया है. ഒന്ന്, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്നു. और सबसे पहले मसीह से सीखना. 2, നിങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നു. दूसरा हम मसीह से पाना है. ഒന്ന് പഠിക്കുന്നു, 2 പ്രാപിക്കുന്നു. और सबसे पहले हमको प्राप्त करना सीखना है और दूसरा पाना है. രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. दोनों एक ही जैसा बहुमूल्य है. ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നത്. मैं പഠിച്ചവര് പറയും പ്രാപിക്കുന്നതൊക്കെ അത് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് ജ്ഞാനമില്ലെന്ന് പറയും. लेकिन जो पढ़ा हुआ लोग बोलते हैं जो जैसा पाया है वो इतना ज्ञानी नहीं है. പക്ഷെ ഇന്ന് രണ്ടും ഈ നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഈ കർത്താവിന്റെ ദാസന്മാർക്ക്
പ്രത്യേകിച്ച് വേലയിലായിരിക്കുന്നവർക്ക് ശുശ്രൂഷയിൽ നിന്ന് ക്രിസ്തുവിനെ കിട്ടും. जो पुराना थियोलॉजी से हमको जो कुछ प्रकार का वचन तो मिलता है, लेकिन मसीह से हमको पवित्र आत्मा को मिलता है. നിങ്ങൾക്ക് ക്രിസ്ത്യൻ മതത്തിന്റെ യേശുവിനെ കിട്ടും, പക്ഷേ ആത്മാവിന്റെ വെളിപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ ക്രിസ്തുവിനെ കിട്ടും. मसीह धर्म से हमको एक धार्मिक व्यक्ति मिलता है, लेकिन मसीह से हमको बाइबल से मसीह हमको मिलता है. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്റെ അടുക്കൽ വന്ന് എന്നോട് പഠിപ്പി. इसलिए यीशु ने कहा मेरे पास आकर मुझसे सीखो. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്ന്. प्रेरित पौलुस इस प्रकार कहते हैं, मैं मसीह के पाकर आपको देता हूं. അത് പറഞ്ഞത് തിരുമേശയോട്, വിശുദ്ധ തിരുമേശ സ്ഥാപിക്കുന്ന പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ചിലത് ദൈവസഭയ്ക്ക് നൽകി. प्रेरित पौलुस मसीह से पाकर कुछ बात कलीसिया को दे. പറയുന്നു, जड़ताल जनिച്ച जड़മാകുന്നു. और बाइबल वचन इस प्रकार कहते हैं, जो शरीर से उत्पन्न हुआ है वो जो शरीर का होता है. जड़ताल जनिച്ച जड़ം, वो जो शरीर से होता है वो शरीर जैसा है. മാംസരക്തത്തിൽ ഒന്നും ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. जो हमारा शरीर और स्वर्ग राज्य को अवकाश नहीं करता है. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. जो हमारा इस शरीर, इस दुनिया का शरीर किसी प्रकार का बारिश नहीं बनता है. ജഡമുഖത്തോടുവ അഭിഷേകത്തോടെയാണ് ഈ കോൺഫറൻസുകൾ മടങ്ങി പോകുന്നത്. हमारा देश में, हमारा राज्य में फैलाने के लिए एक अभिषेक के साथ यहाँ से लौटना है. നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും സാധാരണക്കാരായി തുടരാം, പക്ഷേ ഒരു അഭിഷേകം നിങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കും. जितना भी साल हो के साधारण इंसान जैसा आप आगे बढ़ सकता है, लेकिन जब आत्मा आपके अंदर आएगा हमारा जीवन में बदलाव लेकर आता है. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിളിയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. इसलिए आपका बुलाहट एक महत्वपूर्ण बात है. ഇതിന്റെ അടുത്ത പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. और दूसरी दो बात है, ഒന്ന് ക്രിസ്തുവിന്റെ വിളി, और एक मसीह का बुलाहट. ആ വിളി പുത്രത്വം പ്രാപിക്കുന്ന വിളിയാണ്. जो और उनका पुत्र संतान को पाने का एक बुलाहट है. ശുശ്രൂഷ എന്ന് പറയുന്നത് പിതാവും പുത്രനും തമ്മിൽ ബന്ധമാണ്. और सेवकाई पिता और पुत्र के साथ एक संबंध है, एक संबंध है. പിതാവും പുത്രനും തമ്മിൽ ബന്ധത്തിലാണ് ശുശ്രൂഷ. और पिता और पुत्र का रिश्ता के बीच में सेवकाई होती है. പിതാവ് പുത്രൻ കൂടി ചെയ്യുന്നതാണ് ശുശ്രൂഷ. जो पिता पुत्र के द्वारा करवाता है वही सेवकाई है. ശുശ്രൂഷ വിളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. और सेवकाई बुलाहट के साथ लिखा गया. और सबसे पहले पुत्रत्व का एक बुलाहट, രണ്ട് മഹത്വം പ്രാപിക്കാനുള്ള വിളി. और दूसरे महिमा पाने का एक बुलाहट. മഹത്വം പ്രാപിക്കുന്നത് അവനെ പോലെ ആയി തീരുക. जो महिमा पाते हुए उनका जैसा बनना है. അവനെ പോലെ പുത്രനെ പോലെ ആയി തീരുക. जो पुत्रों का जैसा बनना है. അതാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, इसलिए मसीह ने कहा, ആത്മാവെ ജീവിപ്പിക്കത്തുള്ളൂ. जो आत्मा हमें जिलाता है, കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. जो मसीह हमें जिलाने वाले आत्मा है. ബൈബിൾ പറയുന്നു കർത്താവ് ആത്മാവാകുന്നെന്ന്. बाइबल कहते हैं मसीह आत्मा है. അതുകൊണ്ട് റോമാലേഖനം 8:1 പറയുന്നു, इसलिए रोमियो 8:1 कहते ഇത് हैं, ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ പ്രമാണമാണ്. जो ये जीवन देने वाला आत्मा का एक प्रमाण है. ഇതെല്ലാം ചെയ്തത് പരിശുദ്ധാത്മാവാണ്. ये सारी बात पवित्र आत्मा से करवाता है. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാനമാണ്. जो पवित्र आत्मा परमेश्वर का वरदान है. പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷകൾ നിങ്ങൾ बारे में बोलने के लिए नहीं. നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് ക്രിസ്തു ലോകത്തിൽ വന്ന് ജീവിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. അതല്ല, അത് ചരിത്രത്തിലെ ക്രിസ്തുവാണ്. जो 2000 साल के पहले मसीह यीशु इस धरती पर आकर हमारे लिए जिया और जीवन दिया, अभी स्वर्ग में चले गए हैं, वो इतिहास में लिखा गया मसीह है. ചരിത്രത്തിലെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതല്ല അതാണ് മതം. जो इतिहास में लिखा गया मसीह को प्रचार करने वाला नहीं है हमारा जिम्मेदारी. കർത്താവിന്റെ ദാസൻ സിബി പാസ്റ്റർ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങളിൽ ക്രിസ്തു ഉണ്ട്. जो कल प्रभु का दास सिबी पास ने इस प्रकार कहा, आपके अंदर एक मसीह है. നിങ്ങളിൽ ക്രിസ്തു ഇരിക്കുന്നു. आपके अंदर एक मसीह है. പൗലോസ് പറഞ്ഞു, പൗലോസിന് സ്വർഗ്ഗത്തിലേക്ക് യേശുവല്ല, पौलुस ने कहा स्वर्ग में बैठा हुआ मसीह नहीं, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. महिमा का आशा का मसीह आपके अंदर बैठा है. മഹത്വം നിങ്ങളിൽ ഇരിക്കുന്നു. महिमा आपके अंदर है. തേജസ് നിങ്ങളിൽ ഇരിക്കുന്നു. जो महिमा आपके अंदर है, അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. अभिषेक आपके अंदर है, പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട്. पवित्र आत्मा आपके अंदर है. എല്ലാം സ്വർഗ്ഗത്തിലുണ്ടെന്ന് പറയാൻ ഇനി ഒരു ഗസ്റ്റ് പ്രീച്ചറിന്റെ ആവശ്യമില്ല. सब स्वर्ग में करके बोलने के लिए एक दूसरे प्रभु का दास का जरूरत नहीं है. എല്ലാം നിങ്ങളിലുണ്ട്. सब आपके अंदर है. ആ ക്രിസ്തു നിങ്ങളിലുണ്ട്. वो मसीह आपके अंदर ആ है. തേജസ് നിങ്ങളിലുണ്ട്. वो महिमा आपके अंदर ഈ है. अभिषेകം നിങ്ങളിലുണ്ട്. अभिषेक आपके अंदर ആ है. കൃപാവരങ്ങൾ നിങ്ങളിലുണ്ട്. वो वरदान आपके अंदर है. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. മോശയ്ക്ക് അത് മുഖത്തുണ്ടായിരുന്നു. मूसा, वो बात उनके चेहरा में दिखाई दिया. മോശയ്ക്ക് അത് മുഖത്ത് വെളിപ്പെട്ടു. मूसा का चेहरा में दिखाई दिया. ഏലിയാവിന് ഏലീശയ്ക്ക് അത് പുതപ്പിലുണ്ടായിരുന്നു. एलिया और एलीशा उनका जीवन में चादर के പക്ഷേ द्वारा എനിക്ക് प्रकट किया. നിങ്ങൾക്കും മുഖത്തും പുതപ്പിലുമല്ല, जो मेरा और आपका और चेहरा और चादर में नहीं, എനിക്ക് നിങ്ങൾക്കത് മുഖത്തല്ല പുതപ്പിലല്ല, हमारा जीवन में चेहरा में और चादर में नहीं, അതെന്റെ അകത്തിരിക്കുന്നു. मेरे अंदर है. അകത്ത്
അകത്തിരിക്കുന്നു. मेरे अंदर है. മഹത്വത്തിന്റെ പ്രത്യാശ എന്നിൽ ഉള്ളിൽ വസിക്കുന്നു. जो महिमा का प्रत्याशा जो मसीह मेरे अंदर वास करता है. പൗലോസ് പറയുന്നു അവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നതിൽ. और पौलुस कहते हैं उनको हम प्रचार करने से. ആരെ പ്രസംഗിക്കുന്നതിൽ? किससे प्रचार करने से? ആരെ പ്രസംഗിക്കുന്നതിൽ? किससे बारे में? ശുശ്രൂഷമാരെ, सेवक लोग നിങ്ങൾ ചരിത്രത്തിലുള്ള യേശുവിനല്ല പ്രസംഗിക്കേണ്ടത്. केवल इतिहास में लिखा हुआ मसीह को नहीं, നിങ്ങളിൽ ഉള്ള ക്രിസ്തു പുറത്തു വരണം. हमारे अंदर जो मसीह है वो बाहर प्रकट होना है. അകത്തിരിക്കുന്ന ക്രിസ്തു, जो अंदर बैठा हुआ അകത്ത് मसीह, തേജസ് ഇരിക്കുകയാണ്. जो महिमा अंदर है. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത് इसलिए चेले लोग ने कहा അത് ഞങ്ങൾ കണ്ടെന്ന്. वो हमने देखा है, ഇത് ഞങ്ങൾ കണ്ടെന്ന്. ये हमने देखा हुई बात ഇത് है, ഞങ്ങൾ തൊട്ടെന്ന്. हमने छुआ हुआ बात है, ഇത് ഞങ്ങൾ അറിഞ്ഞെന്ന്. हमने 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 हमको पता चल गया ഞങ്ങൾ है. തൊട്ടതും കണ്ടതും അറിഞ്ഞതും ഇത് ഞങ്ങളുടെ ജീവന്റെ പ്രമാണമാണ്. അതാണ് ശുശ്രൂഷ. हमने देखा, हमने छुआ, हमने जाना, यही है हमारा सेवकाई. അതാണ് ശുശ്രൂഷ. वही है सेवकाई. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കേട്ടറിവല്ല. केवल सेवकाई केवल हमने सुना हुआ बात नहीं, കേട്ടറിവും നാട്ടറിവുമല്ല. जो हमने सुना हुआ और जगह से मिला हुआ केवल बात नहीं, പാരമ്പര്യങ്ങളും ട്രഡീഷനുമല്ല. हमारा परंपरागत रीति से मिलने हुए बात नहीं, അത് ഗൂഗിൾ അല്ല. അത് वो गूगल से नहीं मिलते हैं, ഷെൽഫിലെ പുസ്തകത്തിൽ നിന്നല്ല. वो कबोर्ड में रखा हुआ किताब से नहीं, ഇത് ആത്മാവിൽ ലഭിക്കുന്ന പ്രകാശനമാണ്. आत्मा से पाया हुआ प्रकाशन है. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ ചെയ്യാൻ वो കഴിയത്തുള്ളൂ. केवल पवित्र आत्मा को ही वो काम कर सकता है. എത്ര റെഡിയാണ്? कितने लोग तैयार है? റെഡിയാണ്? कितने लोग तैयार है? സാധാരണക്കാർ നിങ്ങൾ ഇന്ന് അസാധാരണ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിന്റെ ചലനത്തോടെ ഇന്ന് പറഞ്ഞ ഈ ടെന്റ് വിട്ട് തുടങ്ങുമ്പോൾ നിങ്ങളെ സ്തോത്ര ആമേൻ സ്വാധീനിക്കുവാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. जो साधारण लोग यहाँ से वापस एक असाधारण लोग जैसा लौटेगा तो इस दुनिया आपको सही रीति से स्वीकार कर नहीं पाएगा. ഭാരതം വെയിറ്റ് ചെയ്യുകയാണ്. ഭാരതം കാത്തിരിക്കുകയാണ്. जो अब भारत देश आपके लिए इंतजार कर रहा है. നിങ്ങളിലുള്ള അഭിഷേകം പുറത്തു വരുവാൻ ഈ രാജ്യം വെയിറ്റ് ചെയ്യുകയാണ്. आपके अंदर जो अभिषिक्त है वो अभिषिक्त बाहर आने के लिए भारत इंतजार कर रहा है. ഭയപ്പെട്ട് ഓടി ഒളിച്ച് പിന്മാറി ഇരിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. डर के मारे अंदर बंद कर बैठने वाला एक समय था, वो खत्म हो गया. ഭയത്തിന്റെ തടവറയിൽ നിന്ന് ദൈവസഭ പുറത്തു വരട്ടെ. जो डर के मारे हुए अवस्था से उस कमरा से कलीसिया बाहर आने पाए. നാം പ്രാപിച്ചത് ശക്തിയുടെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ അത്രേ. हमने पाया हुआ आत्मा शक्ति और सामर्थ का और ज्ञान की आत्मा है. ഇത് കീഴടങ്ങി ഭയപ്പെട്ട് പിന്മാറിക്കാനുള്ള സമയമല്ല, പുറത്തു വരാനുള്ള സമയമാണ്. हमने अपने आप को नीचे रखते हुए और हम बैठकर छुपा कर रहने का एक समय नहीं है, बाहर आने का समय है. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചാർജ് ചെയ്യാൻ പോകുകയാണ്. पवित्र आत्मा आपको चार्ज करना चाहता है. ഇതൊരു വെളിപ്പാടലൊക്കെ സമയ ദൈവം മാറ്റാൻ പോകുകയാണ്. एक नया प्रकटीकरण की और कलीसिया को लेकर जाना चाहता പുതിയ है. നിയമത്തിലെ ശുശ്രൂഷ മൊത്തം വെളിപ്പാടാണ്. और नया नियम का एक सेवा का एक प्रकटीकरण है. പത്രോസിനോട് കർത്താവ് പറഞ്ഞു നിനക്കത് വെളിപ്പെടുത്തി ജഡരക്തങ്ങളല്ല. और यीशु ने पत्रोस से कहा आपको प्रकाशन दिया, इस शरीर के अभिलाषा नहीं है. എല്ലാ ശുശ്രൂഷമാണ് പറയാൻ ജഡരക്തങ്ങൾക്ക് സ്നേഹബന്ധങ്ങൾക്ക് കൂട്ടായ്മകൾക്ക് ജഡത്തിലുള്ള താല്പര്യങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. और सारे सेवक लोग से मैं कहना चाहता हूं हमारा शरीर के द्वारा जो होते हैं ये सारे कामों के द्वारा मसीह को प्रकट कर नहीं पाता है. നമ്മളെല്ലാം ശുശ്രൂഷ പറഞ്ഞ സ്നേഹങ്ങള് ബന്ധങ്ങള് ഇഷ്ടങ്ങള് താല്പര്യങ്ങള് നമ്മളോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അത് നിമിത്തമാണ് ശുശ്രൂഷ ഉണ്ടാവുന്ന ചിന്തിക്കുന്നത്. हमारा सेवकाई के बीच में हमारा रिश्ता, हमारा प्रेम, हम जिसको ज्यादा प्रेम करते हैं और हमारी इच्छा है इसके द्वारा हम करते हैं. ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒന്നും കർത്താവ് ദൂത് പറഞ്ഞില്ല. फिलिप्पोस, अंद्रियोस और याकूब किसी से प्रभु ने एक वाणी नहीं दिया. കർത്താവ് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ആരാണെന്ന് നീ പറഞ്ഞാൽ നീ ആരാണെന്ന് ഞാൻ പറയാം. और मसीह ने इस प्रकार कहा यदि मैं कौन हूं करके तुम बोलेगे तो तुम कौन है करके मैं बोलूंगा. ഇന്നിവിടെ ആയിരക്കണക്കിന് പേരുണ്ടെങ്കിലും എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നില്ല. ഒരു വെളിപ്പാടുമായി കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരോടാണ് ഈ ദൂത് പോകുന്നത്. यहाँ पर हजारों लोग बैठा है लेकिन सारे लोगों से मेरा बात नहीं होता है, लेकिन जिसके द्वारा कुछ काम होना चाहता है केवल वे लोग से ही मेरा वाणी है. കർത്താവ് എല്ലാവരോടും ചോദിച്ചു മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്താ പറയുന്നത്. और यीशु ने और सारे लोगों से पूछा मनुष्य पुत्र के बारे में लोग क्या बोलता है. അവർ ലോകം പറയുന്ന കാര്യങ്ങൾ അവർ പങ്കുവച്ചു. वे लोग ने इस प्रकार दुनिया क्या क्या बोलते हैं सारी बात बोलना शुरू किया. കർത്താവ് പറഞ്ഞു ലോകക്കാരും നാട്ടുകാരും ദേശക്കാരും പറയുന്നത് പോട്ട് അവരെന്തും പറയും.
और यीशु ने इस प्रकार कहा, दुनिया जो भी है वो कुछ भी बोलेगा। അവർ മോശ എന്ന് പറഞ്ഞു. और वे लोग ने मूसा कहा, അവര് പറഞ്ഞു മോശ, യോഹന്നാൻ സ്നാപകൻ, യെശയ്യാവ് അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാർ ഇവരെല്ലാം മരിച്ചവരാ കേട്ടോ. और वे लोग ने मूसा और एलिया और बाकी पुराना नियम का भविष्यवक्ता लोग, ये लोग के बारे में बोला, ये सारे लोग मृत्यु पाया हुआ लोग हैं। നാട്ടുകാരൻ യേശുവിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. और दुनिया यीशु के बारे में कुछ ना कुछ कह रहा പക്ഷെ है, അതൊക്കെ മരിച്ചവരാണ്. लेकिन वे सारे लोग मरे हुए लोग हैं। മോശ മരിച്ചു, मूसा मर गया, യോഹന്നാൻ സ്നാപകൻ മരിച്ചു, यूहन्ना बपतिस्मा मर गया, യെരമ്യാവ് മരിച്ചു, यिर्मयाह मर गया, ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചു. एलिया मरने के लिए कोशिश किया। മരിച്ച ഒരാൾ പുറത്തു വന്നെന്നാണ് അവർ പറയുന്നത്. जो मरे हुए में से एक व्यक्ति बाहर आया है, पुनर्जन्म लिया करके बताता है। നാട്ടുകാർ പറഞ്ഞത് ചിലപ്പോൾ ഒരിക്കൽ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. और दुनिया जो बोलता है शायद सही होगा, शायद सही नहीं होगा। കർത്താവ് പറഞ്ഞു, അത് വിഷയമല്ല, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? यीशु ने कहा, वो समस्या नहीं, वो बात नहीं है, लेकिन तुम मेरे बारे में क्या ഇന്ന് बोलते हो? പൽക്കാൽ നിങ്ങൾ എന്ത് പറയുന്നു? आज तुम क्या बोलते हैं? നിങ്ങൾ വ്യക്തിപരമായി വെളിപ്പെടുത്തുന്നത് അത്ര ക്രിസ്തു. आपका व्यक्तिगत जीवन के द्वारा जो प्रकट करते हैं वही मसीह അത് है। കേട്ട് കേൾവിയല്ല, वो केवल सुना हुई बात नहीं है, അതൊരു വെളിപ്പാടിലാണ് നിങ്ങൾ ക്രിസ്തുവിനെ ലഭിക്കുന്നത്. एक प्रकाशन के द्वारा आपको मसीह मिलते हैं। അത് പാരമ്പര്യമല്ല, वो पारंपरिक रीति से नहीं അത് है, അറിവല്ല, वो केवल एक ज्ञान नहीं है, അത് അനുഭവമല്ല, वो केवल एक अनुभव नहीं है। അത് കർത്താവ് നേരിട്ട് ലഭിക്കുന്നതാണ്. और मसीह से हम सीधा हम पा लेता കർത്താവ് है। ശിഷ്യന്മാർ അതേ ചോദ്യം ചോദിച്ചു. और चेले लोग से मसीह ने वही सवाल पूछा। നാട്ടുകാരുടെ കാര്യം പറഞ്ഞ ശിഷ്യന്മാർ അവരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ മിണ്ടാതിരുന്നു. और जो दुनिया जो बोला है ये सारी बात चेले लोग बोल रहे थे, लेकिन चेले लोग से पूछा तब वे लोग चुप हो गया। ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന പോലെ അവരിരുന്നു. अभी आप जैसा बैठा है वैसा वे लोग भी। കർത്താവ് പറഞ്ഞു, यीशु ने कहा, എന്റെ പേര് നീ പറഞ്ഞാൽ നിന്റെ പേര് ഞാൻ പറയും. मेरे नाम तुम बोलेगा तो तुम्हारा नाम मैं बोलूंगा। എല്ലാവരും മിണ്ടാതിരുന്നു. सभी लोग चुप बैठा, പക്ഷെ പത്രോസ് ചാടിക്കേറി പറഞ്ഞു, लेकिन पत्रोस ने तुरंत कहा, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. तो जीवित परमेश्वर का पुत्र मसीह। മോശ മരിച്ചു, യെരമ്യാവ് മരിച്ചു, യോഹന്നാൻ സ്നാപകൻ മരിച്ചു, ഏലിയാവ് മരിക്കാൻ ആഗ്രഹിച്ചു, പഴയ നിയമ പ്രവാചകന്മാരെല്ലാം മരിച്ചു. പത്രോസിന്റെ വെളിപ്പാട്, നീ മരിച്ച വ്യക്തിയല്ല, നീ ജീവനുള്ള. ഉടനെ കർത്താവ് പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവത്രേ. मूसा मर गया, एलिया मरने के लिए कोशिश किया, पुराने नियम का हर एक भविष्यवक्ता लोग मर गया, लेकिन पत्रोस खड़े होकर इस प्रकार कहा है, तो जीवित परमेश्वर का पुत्र मसीह है। ये शरीर का एक वजह से, शरीर तौर से नहीं है, लेकिन परमेश्वर ने और पवित्र आत्मा ने उनको प्रकट करके दिया है। കർത്താവ് നേരത്തെ 3 വർഷം മുമ്പ് കർത്താവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ നിന്റെ പേര്, നിന്റെ പിതാവിന്റെ പേര് യോഹന്നാൻ, നിന്റെ പേര് ശീമോൻ, നിനക്ക് കേഫ എന്ന് പേരാകും. 3 साल के पहले पत्रोस के बारे में मसीह ने इस प्रकार कहा, तेरा पिता के नाम यूहन्ना है, तेरा नाम है क्या? നിന്റെ പേര് ശീമോൻ, तेरा नाम सीमोन है, तेरा बाप का नाम यूहन्ना है, लेकिन कैफा जैसा नाम मिल जाएगा। നമ്മളിങ്ങനെ ആർക്കെങ്കിലും പേരിടൂ, ഇങ്ങനെ ആരെങ്കിലും പേരിടൂ. हम इसी प्रकार किसी को नाम देगा। ഞാൻ ചാണ്ടി ഭാഷ അന്ന് ഈ നെയിം കോളിംഗ് മിനിസ്ട്രി ഉണ്ട്, പേര് വിളിക്കുന്ന ശുശ്രൂഷ. उस समय से नाम बुलाते, नाम पुकारने वाला सेवकाई है। നിന്റെ പിതാവിന്റെ പേര് യോഹന്നാൻ, तेरा पिता का नाम यूहन्ना है। അന്ത്രയോസ് ശീമോനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ കർത്താവ് ചരിത്രം മൊത്തം ഇങ്ങോട്ട്, ജാതകം മൊത്തം ഇങ്ങോട്ട് പറഞ്ഞു. अंद्रयोस को वहां पर मुलाकात करवाने के पहले पूरा इतिहास यीशु ने बताना शुरू ചില किया। ആൾക്കാരുടെ സജിഭാഷ, ചില ആൾക്കാരുടെ മിനിസ്ട്രി ഇത്രയേ ഉള്ളൂ, അന്ത്രയോസിന്റെ മിനിസ്ട്രിയാ. और कई लोगों का सेवकाई ऐसा है, केवल अंद्रयोस के जमाने का सेवकाई है। സിബി ഭാഷ അന്ത്രയോസിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ശീമോനെ കൊണ്ട് ഇൻട്രോഡ്യൂസ് ചെയ്തു. और पास्टर अभी अंद्रयोस का सेवकाई ऐसा है, शिमोन के वहां पर मुलाकात करवाया। യഥാർത്ഥത്തിൽ വിളിച്ചു പോയ അന്ത്രയോസിനേക്കാൾ വലിയ ആളായി മാറി ശീമോനെ. जो जिन्होंने बुलाकर लेकर गया है, उनसे बढ़कर पत्रोस बढ़ गया है। യേശു ഇതുപോലെ ഒരു മരുഭൂമിയിൽ വലിയൊരു ക്രൂസർ നടത്തിയപ്പോൾ ഈ സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല അന്ത്രയോസിനായിരുന്നു. और यीशु के द्वारा एक बहुत बड़ा सेवकाई क्रूसेड वहां पर चल रहा था, तब वहां पर संडे स्कूल का सेवकाई अंद्रयोस के द्वारा होते थे। കാരണം ഈ കുട്ടികളുടെ കയ്യിലൊക്കെ അപ്പം കൊടുത്തുവിട്ട, അമ്മമാര് പൊതി കൊടുത്തുവിട്ടതിന്റെ കൃത്യവണ്ണം ഏത് കുട്ടി കഴിച്ചില്ലെന്നും ഇനി എത്ര അപ്പം ബാക്കിയുണ്ടെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ അന്ത്രയോസ് ആയിരുന്നു. क्योंकि बच्चे लोगों के हाथ में जो नाश्ता टिफिन भेजा गया था कि वो किसने खाया किसने नहीं खाया, बाकी रखा, ये सारे और गिनती उनके पास, अंद्रयोस के पास था। ഞാൻ പറഞ്ഞ ശുശ്രൂഷ വെളിപ്പാടാകട്ടോ. मैं सेवकाई का प्रकाशन के बारे में बताता हूं। പത്രോസ് അവിടെ കൂടിയ ജനത്തിന് എണ്ണം പറഞ്ഞ് കർത്താവിനെ പേടിപ്പിച്ചു. और पत्रोस वहां पर जो आए हुए लोगों को नंबर्स गिनती बोलते हुए और यीशु को डराया। ഈ പുരുഷന്മാർ എണ്ണം തന്നെ 5000 വന്നെങ്കിൽ ഈ സ്ത്രീകളും കുട്ടികളും നമുക്ക് ഒരിക്കലും കർത്താവ് ഈ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് പുരുഷാരത്തിന് എണ്ണം പറഞ്ഞ് നമ്മുടെ ക്രിസ്തുവിനെ പത്രോസ് പേടിപ്പിച്ചു. और वहां पर पत्रोस को कहते हैं, यहाँ पर 5000 से अधिक पुरुष लोग हैं, तो स्त्री लोग कितना होगा, और बहुत बड़ा संख्या है। ये सारी बात बोलकर मसीह को ഈ डराया। ക്രൂസൈഡ് നടക്കുന്ന ബേത്സയില്ല, ബേത്സ എന്നുള്ള ഇതിന്റെ കോർഡിനേറ്റർ ഫിലിപ്പോസ് പറഞ്ഞു,
പണം ഇല്ലെന്ന് പറഞ്ഞ് കർത്താവിനെ വിഷമിപ്പിച്ചു. और इस सेमिनार वहां पर हो रहा था, बत्सैदा में हो रहा था, और बत्सै का एक सेवक था फिलिपोस, उन्होंने पैसा नहीं है करके बोलकर उन्होंने डराया है. നമുക്ക് വെളിപ്പാടില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും. और हमारे पास एक प्रकाशन नहीं है तो इस प्रकार का बात बोलते हुए हम आगे चलाएगा. ഇന്ന് രാവിലെ കേരളത്തിൽ നിന്ന് വിളിച്ചവരല്ലേ എന്നോട് ചോദിക്കുന്നത് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലയോ എന്ന്. और केरल से मुझे फोन किए लोग बोलते हैं वहां पर कुछ समस्या नहीं है क्या. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പ്രശ്നം വേണോ? और मैंने इस प्रकार पूछा आपको कुछ समस्या चाहिए क्या. ഇപ്പോഴാണ് എല്ലാവരും ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്, ഇന്ത്യയെ കുറിച്ച് പറയുന്നത്, ഇന്ത്യയെ കുറിച്ച് വാദോരാതെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പറയുക. और अभी लोग भारत के बारे में बोलते हैं, भारत के बारे में सोचना शुरू किया, सारे समस्या बोलते हैं. എന്റെ സഹോദരി എല്ലാ തലമുറയിലും പ്രശ്നമുണ്ട്. मेरा भाई और बहनों, हर एक पीढ़ी पर समस्या तो है. മാളികമുറിയിൽ പ്രശ്നത്തിനകത്ത് സഭ ജനിച്ചത്. और अपरों में वहां पर कलीसिया समस्या का बीच में शुरू हुई है. ഞാൻ പറയാറുണ്ട് സഭ തുടങ്ങിയത് വാടകയ്ക്കെടുത്ത മാളികമുറിയിലും അപ്പോസ്തലപ്രവൃത്തി സഭ തുടരുന്നത് പത്രോസ് വാടകയ്ക്കെടുത്ത വീട്ടിലുമാണ്. और मैंने इस प्रकार कहते हैं जो किराए पर लिया हुआ मकान में कलीसिया शुरू किया और पत्रोस के द्वारा किराए पर लिया हुआ उस जगह पर और कलीसिया चालू हो गया है. സഭ തുടങ്ങിയപ്പോൾ മതമെതിരെ മതപുരോഹിതന്മാരെതിരെ जहां पर कलीसिया का शुरुआत हुआ वहां पर हर एक धर्म और हर एक लोग वहां पर खिलाफ थे. ന്യായാധിപ സന്നിധി സംഘമെതിരെ ന്യായപ്രമാണമെതിരെ जो न्याय करने वाला और वहां का सारे अधिपति लोग उनका जो हर प्रकार का व्यवस्था और कलीसिया के खिलाफ थे. റോമൻ രാഷ്ട്രവും റോമൻ ഭരണകൂടമെതിരെ जो रोमन अधिकारी लोग और रोमन का नियम की कलीसिया के खिलाफ थे. യഹൂദ മതമേലധ്യക്ഷന്മാർ മൊത്തം എതിരെ यहूदी का धर्म भी और मसीह का और कलीसिया का खिलाफ थे. ഇത്രയുള്ള നിയമമെതിരെ മതമെതിരെ ഗവൺമെന്റിനെതിരെ രാഷ്ട്രമെതിരെ യെരുശലേമിലുള്ള സകലരും ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ചെറിയ സഭയ്ക്കെതിരെ. केवल इतना ही बात है वहां पर यरूशलेम का जो अधिकार करने वाला राजस्थान में बैठा हुआ हर एक लोग वहां का स्थिति सब कुछ खिलाफ है, लेकिन वहां पर से कलीसिया का शुरुआत हुआ. മണി പവർ ഇല്ല, മസിൽ പവർ ഇല്ല, മിലിറ്ററി പവർ ഇല്ലായിരുന്നു. और वहां पर पैसा नहीं था और सामर्थ्य नहीं था, किसी प्रकार का शक्ति उनके पास नहीं था. ഞാനിവിടെ പറയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ലീഡർ പോലും ഇല്ല. वहां पर इन्फ्लुएंस करने के लिए, प्रभाव डालने के लिए एक नेता भी नहीं था. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ യേശുവിന്റെ സഭയിലേക്ക് ലീഡറെ ക്രൂശിച്ചു കൊന്നു, കൂടെ ഉണ്ടായിരുന്ന ട്രസ്റ്റി പോയി കെട്ടിയാന്ന് ചത്തു, ഈ സഭയിലേക്ക് ആരെങ്കിലും വരുമോ? और मैं इस प्रकार पूछता हूं वहां पर जो अगुवे थे, प्रभाव देने वाला लीडर मसीह कालवरी पर मर गया, जो सारे का बात देखने वाला खजांची जाकर अपने आप को फांसी कर दिया, इस कलीसिया में कौन आएगा? അത് മാത്രമല്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കള്ളക്കഥയാണെന്ന്, ഈ കള്ളക്കഥ അല്ലെന്ന് തെളിയിക്കണം, ഇത് വീഞ്ഞു കുടിച്ചത് അല്ലെന്ന് തെളിയിക്കണം, ഇത് ആത്മപകർച്ച തെളിയിക്കണം. തെളിയിക്കുന്നത് പത്രോസ് വാതിലടച്ച് കട്ടിലിന് കീഴിൽ പോയിരിക്കുക. ये जो मसीह का मार्ग सच्चाई है करके और स्थापित करना, क्योंकि कारण नहीं है उस समय इस प्रकार बताया गया था कि ये जो मसीह पुनरुत्थान पाया है वो केवल एक कहानी है, लेकिन इसको स्थापित करना एक नया मधु पिया नहीं है, ये आत्मा का एक बेदारी है. ये सारी बात स्थापित करना पत्रोस अभी कमरा के अंदर डर के मारे बैठा है. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു വിട്ടിട്ട് പോയ 11 പേരുടെ സ്ഥിതി ഇതാ. और यीशु का पुनरुत्थान के बाद और यीशु ने छोड़कर चले गए 11 लोगों की अवस्था यही है. നിങ്ങൾ നോക്കണേ, 40-50 വർഷത്തിന് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി ചോദിച്ചു നീ ഗലീലക്കാരനാണോ എന്ന്. ഒരു കൊച്ചു പെൺകുട്ടി ശീമോനോട് ചോദിച്ചു നീ ഗലീലക്കാരനാണോ എന്ന്. 50 दिन के पहले एक छोटी लड़की इस प्रकार पत्रोस से पूछा तू गलीला का है क्या? അതിന് ഉത്തരം എന്താ പ്രിയമുള്ളവരെ? നീ ഗലീലക്കാരനാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ? तू गलीला का है करके पूछेगा तो उसका सवाल, इसका जवाब क्या है? ഒന്നിലാണ് അല്ലെങ്കിൽ അല്ല. और तो हाँ नहीं है तो ना. ആ കൊച്ച് ഒരു വീട്ടിൽ വേലക്കാരി നിൽക്കുന്ന കൊച്ചു പെൺകുട്ടിയോട് എന്തെല്ലാം പറഞ്ഞു പിടിപ്പിച്ചെന്നറിയോ? वो छोटी लड़की से पत्रोस क्या की बात बोलना शुरू ഞാൻ किया. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ ശീമോൻ പത്രോസിനെ ഏൽപ്പിച്ചിട്ടാണോ വേൾഡ് ഇവാഞ്ചലിസം പോയത്? ഈ പത്രോസിനെ ഏൽപ്പിച്ചിട്ടാണോ ലോക സുവിശേഷം കൊടുത്തിട്ട് പോയത്? मैंने मसीह से इस प्रकार पूछता था कि प्रभु ये पत्रोस के हाथ में आपने पूरा दुनिया का सुसमाचार प्रचार करने का सेवकाई सौंप कर चले गए. ഒറ്റ സ്പോൺസർഷിപ്പ് ഇല്ല, സപ്പോർട്ട് ഇല്ല, വേൾഡ് മിഷൻസ് ഇല്ല, ലോകത്തിൽ അറിയാവുന്ന ആരെയും പരിചയപ്പെടുത്തില്ല. കർത്താവ് പറഞ്ഞു ഈ ശിഷ്യന്മാരെ വിശ്വസിച്ചിട്ട് കർത്താവ് ലോക സുവിശേഷകരെ ഏൽപ്പിച്ചിട്ട് പോയി. किसी प्रकार का और मदद करने के लिए और सपोर्ट करने के लिए वहां पर कोई नहीं था, लेकिन मसीह ने विश्वासी योग्य गिनते हुए 11 चेले लोगों का हाथों में यह सेवकाई को सौंप कर चले गए हैं. ഞാൻ പറയാം പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിന് ശേഷം മാളികമുറിക്ക് ശേഷം അവർ അസാധാരണ അഭിഷക്തന്മാരായി 30 വർഷം കൊണ്ട് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി ഈ ശിഷ്യന്മാർ മാറി.
प्यारों में इस प्रकार कहना चाहता हूं, किसी प्रकार का सपोर्ट नहीं था, लेकिन वहां का आत्मा का बेदारी से शुरू होने के बाद 23 साल के अंदर ये सुसमाचार पूरा देश में फैलाने के लिए परमेश्वर में लोगों को इस्तेमाल किया। മസീഹ് മണ്ഡലി സഭകളെ ഇത് നിങ്ങളുടെ ചാൻസ് ആണ്, ഇത് നിങ്ങളുടെ അവസരമാണ്. मसीह मंडली कलीसिया, ये आपका अवसर है, आपका हाथ में सौंपा गया है। ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് നിങ്ങളുടെ നിയോഗമാണ്. ये आपका समय है, आपको नियुक्त किया गया है। നിങ്ങൾ കാഴ്ച കണ്ടോണ്ട് കേൾവി കണ്ടോണ്ട് നിങ്ങൾ മൗനമായിരിക്കുന്ന സമയമല്ല, എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള സമയമാണിത്. केवल कुछ बातों को देखते हुए सुनते हुए रहने का समय नहीं है, मसीह के लिए खड़ा रहने का एक समय है। നിങ്ങളുടെ നാവിനോടുകൂടെ നിങ്ങളുടെ കരത്തോടുകൂടെ കർത്താവ് ചലിക്കാൻ പോകുകയാണ്. आपका जीभ से और आपका हाथों के द्वारा परमेश्वर काम करना चाहता है। വിശ്വസിക്കുന്ന ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. विश्वास करने वाला हाथ उठाकर परमेश्वर को धन्यवाद करे। ഹല്ലേലൂയ. हालेलुया। ഞാൻ പറയാം, നമ്മുടെ സഭകളൊക്കെ ഒരു അന്ത്രയോസ് ഇല്ലാത്തതാണ് കുഴപ്പം. मैं इस प्रकार कहता हूं, हमारा कलीसिया में एक आंद्रयोस नहीं है, वही समस्या है। അന്ത്രയോസ് വന്ന് അവിടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, യേശുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ അന്തരീക്ഷമൊക്കെ മാറി. आंद्रयोस वहां पर आके जो एक बात बोला, वहां का वातावरण बदल गया है। നമ്മുടെ ശുശ്രൂഷകൾക്ക് ഇഷ്ടംപോലെ പേരുണ്ട്, പക്ഷെ ഉള്ള അന്തരീക്ഷം കളയുന്നവരാ. और हमारा सेवकाई करने के लिए बहुत सारे लोग हैं, लेकिन सेवकाई का वातावरण सब तो नष्ट हो गया है। പ്രൈസ് ദി ലോർഡ്. हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया। അതിനുശേഷം അന്ത്രയോസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്ട്രി ഈ പയ്യനെ പരിചയപ്പെടുത്തി. और आंद्रयोस का सेवकाई वहां पर एक बालक को यीशु के पास लेकर आया। 3 ദിവസം ഒരു പയ്യന്റെ കയ്യിൽ ഒരു പൊതി അഴിക്കാതിരിക്കുക. और 3 दिन एक बालक के पास एक टिफिन बॉक्स अभी तक खोला नहीं। യഥാർത്ഥത്തിൽ കർത്താവ് ഈ ശിഷ്യന്മാരോട് ചോദിച്ചത് സൂപ്പർ മാർക്കറ്റോ കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരോ ഷോപ്പിംഗ് മാളോ അപ്പം ഇവിടുന്ന് കിട്ടുമെന്നല്ല ചോദിച്ചത്, മുറിക്കാൻ പറ്റിയത് വല്ലതും നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. यीशु ने ऐसा नहीं पूछे यहाँ पर कुछ शॉपिंग मॉल है क्या, एक कुछ सुपर मार्केट है क्या कुछ खरीदने के लिए, लेकिन यीशु का सवाल ही था और तोड़ने के लिए कुछ आपके पास है क्या। മുറിക്കാൻ പറ്റിയത് വല്ലതും ഉണ്ടോ? तोड़ने के लिए कुछ है क्या। ഫിലിപ്പോസ് പറഞ്ഞ 200 പണം ഉണ്ടെന്ന്. फिलिपोस ने कहा 200 दिनार है। കർത്താവ് പറഞ്ഞത് കയ്യിൽ ഇരിക്കട്ടെന്ന്. यीशु ने कहा वो आपका हाथ में रहने दो। ഞാൻ പറഞ്ഞു, അന്ന് ഇന്നും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നടക്കുന്നത് പണം കൊണ്ടല്ല, വെളിപ്പാട് കൊണ്ട്. मैं इस प्रकार कहना चाहता हूं, उस दिन और आज प्रभु का सेवकाई पैसा से नहीं है, प्रकाशन के द्वारा करते हैं। ഈ പൈസയുടെ കാര്യം കൂടുതൽ പറയുമ്പോൾ ഓർത്തോണം, അവർക്ക് വെളിപ്പാടില്ല. जैसे जब ज्यादा पैसा के बारे में बोलते हैं, तब याद रखना प्रकाशन वहां पर कम हो गया है। മുറിക്കാൻ പറ്റിയത് വല്ലതും ഉണ്ടോ? तोड़ने के लिए कुछ है क्या। ഞാൻ അവിടെ നിന്ന് ഒരു ദൂത് പറയാം. वहां से एक वाणी, ആര് മുറിച്ചാലും അപ്പം മുറിയും കേട്ടോ. कोई भी तोड़ेगा तो ब्रेड तो और रोटी तो तोड़ेगा, നിങ്ങൾ മുറിച്ചാലും മുറിയും. आप तोड़ेगा तो भी പക്ഷെ टूटेगा। ആർക്ക് തിന്നാനും പറ്റത്തില്ല, ആർക്ക് നിറയത്തുമില്ല, ബാക്കി വരുത്തുമില്ല. किसी को खाना भी नहीं होता है, किसी का पेट भी नहीं भरेगा। ചുമ്മാ അത് മുറിച്ച് കളയല്ലേ. केवल तोड़कर खत्म नहीं करना, വെളിപ്പാടി മുറിക്കണം. और प्रकाशन में तोड़ना है। കർത്താവ് എപ്പോഴും മാനുഫാക്ചറാ. और परमेश्वर हमेशा ये सब कुछ बनाया हुआ है। ഈ അഞ്ചപ്പം ആർക്ക് മുറിക്കാം, ये 5 रोटी किसी व्यक्ति के द्वारा तोड़ പക്ഷെ सकता, കർത്താവ് മരുഭൂമി നോക്കിയില്ല, लेकिन मसीह ने वहां पर मरुस्थल नहीं देखा, പുരുഷാരത്തെ നോക്കിയില്ല, जो लोगों को नहीं देखा, പണം നോക്കിയില്ല, पैसा नहीं देखा, ഈ സാധ്യതകളൊന്നും നോക്കിയില്ല, वो हर एक वातावरण को नहीं ഈ देखा, അസാധ്യമായ സ്ഥിതിയെ നോക്കിയില്ല. जो असंभव बातों को नहीं देखा, തനിക്കറിയുന്നത് ചെയ്യുന്നത് ഇവിടെയല്ല, എന്നെ അയച്ചു വരുവനുണ്ട്. लेकिन मैं यहाँ पर करता हूँ, यहाँ पर नहीं है, मुझे भेजा हुआ व्यक्ति से होता। സ്വർഗ്ഗത്തിലേക്ക് നോക്കി ഈ അപ്പം स्वर्ग की മുറിച്ചു. ओर देखकर रोटी को तोड़ा। ഞാൻ പറയാം, കർത്താവ് എപ്പോഴും മാനുഫാക്ചറാണ്. मैं हमेशा बोलते हैं पर मसीह यीशु सब कुछ बनाया हुआ व्यक्ति है। കർത്താവ് മാനുഫാക്ചർ ആണെങ്കിൽ നിങ്ങൾ കേവലം ഡിസ്ട്രിബ്യൂട്ടേഴ്സാ. जब परमेश्वर सब बनाया हुआ व्यक्ति है तो हम केवल बांटने वाला है। കർത്താവ് എപ്പോഴും സൃഷ്ടിക്കുന്നു, जो परमेश्वर में सृष्टि करता है, നിങ്ങൾ വിതരണം ചെയ്യുന്നു. हम तो केवल वितरण करते हैं। ഇതാണ് ശുശ്രൂഷ. यही है सेवकाई। നിങ്ങൾ ശുശ്രൂഷ കണ്ടുപിടുത്തമല്ല, ये सेवकाई हमने ढूंढ निकाला नहीं, ശുശ്രൂഷ കോപ്പിയടിയല്ല, वो सेवकाई हमने किसी से लिया हुआ नहीं, ഇത് ഗൂഗിൾ തരുന്നതല്ല, ये गूगल से ढूंढ कर नहीं लिया है, പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതല്ല, केवल पुस्तक से नहीं, ഇത് ആത്മാവിൽ കിട്ടുന്നതാണ്. आत्मा से पाया हुआ बात है। എല്ലാവരും തിന്നു, सभी लोग खाया, എല്ലാവർക്കും നിറഞ്ഞു, सबका पेट भर गया, ബാക്കി വന്നു. वो बच गया। എനിക്കറിയത്തില്ല ഇത് എന്തിനാ ബാക്കി വന്നേന്ന്. मुझे मालूम नहीं है क्यों बाकी भाई। 12 ശിഷ്യന്മാരുടെ തലയിൽ ഇപ്പോൾ 12 കൊട്ട. 12 चेले लोगों के सिर पर 12 ठोकरियां, ബെത്സയിദ നിന്ന് തൽമൂദ് വരെ 12 മൈൽ. बेतशेबा से तलमूद तक और 12 मील, ഈ 12 മൈൽ 12 ശിഷ്യന്മാർ 12 കൊട്ട ചുമന്നോട് നടന്നു. जो 12 मील 12 ठोकरियां 12 चेले लोग सिर पर रखकर चलता है।
ഫ്രീ ആയിട്ട് നടന്നു. यीशु मसीह आजादी से चलता है. ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങളുടെ പരിശ്രമമല്ല, सेवकाई हमारा परिश्रम नहीं, നിങ്ങളുടെ അധ്വാനമല്ല, हमारा काम नहीं, നിങ്ങളുടെ കണ്ടുപിടുത്തമല്ല, हम ढूंढ के निकाला नहीं, നിങ്ങളുടെ അരിത്മാറ്റിക്സ് അല്ല, हमारा गणित नहीं, പൊളിറ്റിക്കൽ മാപ്പിംഗ് അല്ല, हमारा राष्ट्रीय अवस्था नहीं, ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്ന നമ്മുടെ വിഷയമല്ല. भारत में क्या होता है वो समस्या नहीं, അത് എ പാർട്ടി ബി പാർട്ടി വരട്ടെ, जो भी पार्टी होने पो, പക്ഷേ എല്ലാത്തിനും മീതെ അത്യുന്നതൻ വാഴുന്നു. लेकिन सारी बातों के ऊपर राज करने वाला एक मसीह है. ഏത് ഉന്നതന്റെ മീതെയും അത്യുന്നതൻ വാഴുന്നു. जो भी एक बड़ा व्यक्ति है उसके ऊपर एक अत्युन्न निवास करता है. ഉസ്സിയ മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവ് നിൽക്കുന്നു. जिस समय उसिया राजा मर गया उस समय मसीह यीशु का दर्शन उन्होंने पाया है. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. और राजाओं का राजा है. രാജാക്കന്മാരെ വാഴിക്കുന്നത് നീക്കുന്നത് കർത്താവാണ്. राजा को राजस्थल पर लेकर आता है, हटाता है, കർത്താവും ദേവാദിദേവനുമാണ്. वो कर्तादि करता और राजाधि राजा है. വിശ്വാസികൾ ചേർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. विश्वास करने वाला मिलकर हाथ उड़ाकर परमेश्वर का धन्यवाद. ഹല്ലേലൂയ. हालेलुया. നമുക്ക് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ചേഞ്ചസ് നമുക്ക് വിഷയമല്ല. भारत का राष्ट्रीय चेंजेस हमको एक समस्या नहीं है. ഞാൻ പറഞ്ഞല്ലോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പൊളിറ്റിക്സോ രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഭരണ നേതൃത്വങ്ങളോ ശിഷ്യന്മാർക്ക് അനുകൂലമല്ലായിരുന്നു. प्रेरितों का काम दूसरे अध्याय में वहां का वातावरण कलीसिया के लिए अनुकूल नहीं था. പത്രോസ് പറഞ്ഞത് വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ലെന്ന്. पत्रोस कहते हैं मेरे पास सोना चांदिया तो नहीं. പക്ഷെ ഞാൻ ചില വേദികൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ ആപ്ലിക്കബിൾ അല്ല. और मैं कई जगह पर ऐसे बोला, लेकिन हम नहीं बोल सकता. പത്രോസിന് എന്തില്ലായിരുന്നു അത് ഇന്ന് സഭയ്ക്കുണ്ട്. पत्रोस के पास क्या नहीं था वो आज कलीसिया के अंदर है. പത്രോസ് ഇല്ലെന്ന് പറഞ്ഞ് ഇന്ന് സഭയ്ക്കുണ്ട്. पत्रोस जो बोला है मेरे पास नहीं है वो सारी बात आज कलीसिया के अंदर പക്ഷെ है. പത്രോസിന് എന്തുണ്ടായിരുന്നു അത് ഇന്ന് സഭയ്ക്കില്ല. लेकिन पत्रोस के पास जो था वो आज कलीसिया के अंदर नहीं है. ഇന്നലെ രാത്രി കേട്ടല്ലോ, ദേവാലയ ഗോപുര സുന്ദരം വന്ന ദേവാലയത്തിന് മുന്നിലായിരുന്നു ഒരു പ്രശ്നം വരുന്നത്. और कल हमने सुना है कलीसिया का सामने एक समस्या थी. ഇന്ന് ദേവാലയത്തിന് മുന്നിൽ പ്രശ്നമില്ല, ദേവാലയം തന്നെ ഒരു പ്രശ്നമായിട്ട് മാറി. आज कलीसिया के सामने, चर्च के सामने समस्या नहीं है, लेकिन कलीसिया की समस्या बन गया. ഇന്ന് സഭ മുടന്തി പോയി. आज कलीसिया एक लंकड़ा बन गया. സഭ ഈ മുടന്തി കാണിച്ച് സായിപ്പിനോട് പറയുക കാശിടാന്. आज हमारा लंगड़ा अवस्था को दिखाते हुए बाहर का लोगों से बोलते पैसा दे दो. സഭ ഇന്ത്യയുടെ മിഷന്റെയും മുടന്തും കാണിച്ച് സായിപ്പിനോട് പറയാ കാശ് തന്നിട്ട് പോകാന്. आज भारत का कलीसिया बाहर का लोगों को कलीसिया का जो लघु अवस्था को दिखाकर बोलते हैं पैसा दे दो. പക്ഷെ ഒരു പുതിയ തലമുറ വരുവാ കേട്ടോ. लेकिन एक नया पीढ़ी आ रहा. കാശ് വേണ്ടാത്ത, पैसा नहीं चाहिए, സ്ഥാനം വേണ്ടാത്ത, हमको कुछ पद नहीं പദവി चाहिए, വേണ്ടാത്ത, पद नहीं चाहिए, ബലഹീനത പറഞ്ഞ കാശ് മേടിക്കാത്ത, कमजोरी बोलकर पैसा ना लेते हुए, സപ്പോർട്ട് സ്പോൺസർഷിപ്പും വേണ്ടാത്ത, जो सपोर्ट नहीं चाहिए है वैसा एक झोंडा, ഫണ്ടിങ്ങും വേണ്ട മിഷനും വേണ്ടാത്ത, जो किसी प्रकार का पैसा का उगरानी नहीं चाहिए, പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന ഒരു തലമുറ, पवित्र आत्मा कर चलने वाला एक पीढ़ी, കൃപാവരങ്ങളിൽ ചലിക്കുന്ന ഒരു തലമുറ, जो आत्मिक वरदान पर चलने वाला एक पीढ़ी. ഈ പകൽ സെക്ഷന് അടിസ്ഥാനം ഇടുക. ദൈവനെ ചലോ ഒരു സന്ദേശം കൂടെ, കൃപാവരങ്ങളിൽ നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ, എങ്ങനെ കൃപാവരങ്ങളിൽ നിറഞ്ഞ ഒരു സഭയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാൻ കഴിയും. केवल मैं नींव डालता हूँ, आने वाले दिनों में वरदान में बढ़कर हम कैसे आगे बढ़ेगा करके हम देखेंगे. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുമാകട്ടെ, जो भी परिस्थिति कुछ भी होना, നിങ്ങളുടെ പേരെന്തുമാകട്ടെ, आपका नाम कुछ भी होने നിങ്ങളുടെ पाए, പഠിപ്പും വിദ്യാഭ്യാസം എന്തുമാകട്ടെ, हमारा पढ़ाई और हमारे काम कुछ भी हो, അതൊരു വിഷയമല്ല. एक बहुत बड़ी समस्या नहीं അതൊരു है. വിഷയമല്ല. वो एक समस्या नहीं है. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചു കൊട്ടുകൂടെ മുമ്പിൽ നിൽക്കാൻ പോലെ പത്രോസിന് കഴിവില്ലായിരുന്നു. एक छोटी लड़की के सामने खड़ा रहने के लिए പക്ഷേ, पत्रोस को हिम्मत नहीं. മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന പത്രോസ് വിളിച്ചു പറഞ്ഞു, लेकिन पवित्र आत्मा पाने के बाद पत्रोस ने इस प्रकार कहा, ദൈവദാസന്മാരെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. जो 3 सवाल के लिए जवाब दिया. പത്രോസ് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. 3 सवाल के लिए पत्रोस जवाब दिया. ഇത് എന്താണെന്ന് പറഞ്ഞു. ഇത് എന്താണെന്ന് പറഞ്ഞു. ये क्या है करके बोला. എന്താണെന്ന് പറഞ്ഞാല് അവർ പറഞ്ഞത് പുതുവീഞ്ഞു ലഹരിയാണെന്ന് പറഞ്ഞു. वे लोग ने इस प्रकार कहा नशा पाया है. ഇത് എന്താണെന്ന് പറഞ്ഞു. जो पत्रोस ने कहा ये क्या है, ഇത് എന്തല്ലെന്ന് പറഞ്ഞു. ये क्या नहीं है करके कहा. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. तुम क्या करना है वो भी बताया है. ഇതെന്തല്ല, ये क्या नहीं है, ഇതെന്താണ്, ये क्या है, ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്. तुम अभी क्या करना है. ഇന്നത്തെ ആത്മീയ നേതൃത്വത്തിന് ഈ 3 കാര്യങ്ങൾ പറയാനില്ല. आज का आत्मिक अगुवा लोगों को ये 3 बात बोलने के लिए नहीं. ഇന്നത്തെ ആത്മീയ നേതൃത്വങ്ങൾക്ക് അവർ വന്നത് ഓട്ടുകൊണ്ടും നോട്ടുകൊണ്ടുമാണ്. आज का आत्मिक अगुवा और पैसा से और कमाते हुए आया है. ഇന്ന് വോട്ട് മേടിച്ച നേതാക്കന്മാരായതുകൊണ്ട് നമ്മൾ അവർക്ക് ചിലപ്പോൾ ദൈവം ദൂത് കൊടുക്കത്തില്ല. और उसी प्रकार अलग रीति पर नेता बन गया से इसलिए उनको संदेश वाणी नहीं मिलते ഞാൻ होंगे. വോട്ട് മേടിച്ച് പാനലിനകത്ത് നിന്ന് ജയിക്കുന്ന ഒരാൾക്ക് ദൈവം ഈ തലമുറയുടെ ദൂത് കൈമാറത്തില്ല. और जो आज का पीढ़ी के लिए एक संदेशा वैसा अलग रीति पर आने वाले लोगों से नहीं मिलता है. അതുകൊണ്ട് നേതാക്കന്മാർക്ക് ദൂതുമില്ല, പക്ഷെ ദൂതുള്ളവൻ നേതാവുമല്ല.
जो नेता के पास वाणी नहीं है, जो वाणी पाया नेता नहीं बना है। സജി പാസ്റ്റർ എനിക്ക് അവസരം തരും, ഞാൻ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. सजी पास्टर मुझे अवसर देगा क्योंकि मैं ये सेवकाई के एक भाग है. പക്ഷെ എനിക്കൊരു ദൂതുണ്ടെന്ന് പറഞ്ഞ് വേറെ വിളിച്ചെന്ന് പറഞ്ഞാൽ അടിച്ച് പുറത്താക്കും. लेकिन यदि कोई और जगह पर जाके कई और जगह पर जाके बोलते हैं मेरे पास एक वाणी है, मुझे वहां से भगाएगा. കാരണം ഞാൻ ഇലക്ഷനിൽ തോറ്റുപോകും. क्योंकि मैं वहां पर चुनाव के लिए खड़ा रहेगा तो मैं हार जाएगा. വീട്ടുകാർ പോലും വോട്ട് ചെയ്യത്തില്ല. जो मेरा घर का वोट भी मुझे नहीं मिलेगा. ഉള്ള വോട്ടോടെ പോകും. जो है वो भी चला जाएगा. ഒരു പുതിയ തലമുറ ആത്മനിയോഗത്തോടെ പുറത്തു വരിക. एक नया पीढ़ी आत्मा का अभिषेक के साथ बाहर आता. ഞാൻ ഇവിടെ പറയും, ഓരോ അവിശ്വാസത്തിന് ശിക്ഷയുണ്ട് കേട്ടോ. ഓരോ അവിശ്വാസത്തിന് ശിക്ഷയുണ്ട്. ഓരോ हर एक अविश्वास के लिए दंड है. ഞാൻ ഈ ഫെലോഷിപ്പ് ചർച്ചസിന്റെ എല്ലാ 10,400 ദൈവദാസന്മാരെ പറയാ, നിങ്ങളുടെ അവിശ്വാസങ്ങൾക്ക് ഓരോ ചെറിയ അടിയുണ്ട് കേട്ടോ. मैं सारे प्रभु का दास लोगों से कहना चाहता हूं, जो भी अविश्वास है इसका दंड है, सजा है. പത്രോസിന്റെയും ഫിലിപ്പോസിന്റെയും എല്ലാം ഈ തലയിൽ കൊട്ടയിരിക്കുന്നത് അവിശ്വാസത്തിന്റെ ഈ ശിക്ഷയാണ് ചുമക്കുന്നത്. जो पत्रोस और सारे चेलो लोगों को ऊपर जो 12 टोकरियां वो लोग लेकर जाते हैं, अविश्वास का सजा है. കർത്താവ് എപ്പോഴും സൃഷ്ടിക്കുന്നു, मसीह हमेशा सृष्टि करता है. നിങ്ങൾ വിതരണം ചെയ്യുന്നു. हम तो वितरण करता है. മരുഭൂമിയിൽ കർത്താവ് ചോദിച്ചത് മുറിക്കാൻ പറ്റിയതുണ്ടോന്ന്. मरुभूमि में मसीह ने इस प्रकार पूछा, तोड़ने के लिए कुछ है क्या? പഴയ നിയമത്തിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് ചോദിച്ചു, ഒഴുകുന്നത് വല്ലതും ഉണ്ടോന്ന്. जो पुराना नियम में प्रभु एक भविष्यवक्ता उनका और चेला का पत्नी से इस प्रकार पूछा, और दूसरा में डालने के लिए कुछ है क्या? ഏത് ഭാവമാണ് നിങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? आपको पता है क्या किसके बारे में? ഒഴുകുന്നത് വല്ലതും ഉണ്ടോ? जब बहने वाला कुछ है, बहने वाला, ഒഴുകുന്നത്. बहने वाला. ആ സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ മരണം, വേർപാട്, വിധവ, കടം, ജപ്തി, മക്കളടിമ, എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതെല്ലാം കേട്ട വിചാരിക്കും ഈ കർത്താവിനെ സേവിച്ചിറങ്ങിയോണ്ട്, കർത്താവിന് വിളി കേട്ട് ശുശ്രൂഷയ്ക്ക് വന്നുകൊണ്ട് എല്ലാം പരാജയവും നഷ്ടവും കഷ്ടമാണ്. वो स्त्री इस प्रकार आकर भविष्यवक्ता से बोलते हैं, मेरा घर के अंदर मृत्यु है, अभी बहुत खर्च हो गया है, सब कुछ चला गया. ये सुनते हुए लोग सोचेगा सेवकाई के लिए निकला, हमेशा कष्ट है, दुख है, परेशानी है. ഞാൻ ഒരു ചർച്ചിൽ 10-16 വർഷം ഒരേ സഭയുടെ പാസ്റ്ററാണ്. और पिछले 16 साल से लेकर मैं केवल एक कलीसिया का पास्टर. ആരെങ്കിലും ഒരു കടഭാരമായി എൻ്റെ അടുക്ക് വന്നാൽ എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള ബുദ്ധി കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. और जो कोई एक व्यक्ति मेरे पास आकर बोलते हैं मुझे जितना कर्ज है, मेरा बुद्धि से कैसे वो निपटा सकता है, ये सारी बातों को मैं बताऊंगा. ഏലീശ ചോദിച്ചു പോലും എത്ര രൂപ കടമുണ്ടെന്ന്. एलीशा इस प्रकार नहीं पूछा आपका कितना कर्ज है. 2 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയിൽ ഏറ്റവും വലിയ 10 പണക്കാരെ കൊണ്ട് 20,000 രൂപ വെച്ച് കൊടുത്തു തീർക്കാൻ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. और जो यदि 2 लाख का खर्च है तो कलीसिया का बड़े बड़े लोगों को पकड़कर 20-20 हजार रुपए देकर वो निपटाने का काम मैं करता हूँ. എന്ന് പറഞ്ഞ മാൻമേഡ് കണ്ടുപിടുത്തങ്ങളല്ല കേട്ടോ. लेकिन सेवकाई हमने मानसिक तौर पे निकाला हुआ कुछ उपाय नहीं है. എന്റെ പ്രിയമുള്ള ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ये एडजस्टमेंट नहीं है. ഓരോ പ്രശ്നത്തിനും ഓരോ വെളിപ്പാടുണ്ട്. हर एक समस्या के सामने एक एक प्रकाशन है. ഏലീശ അവിടെ ഇന്നലകളെ കുറിച്ച് ചോദിച്ചില്ല. एलीशा वहां पर कल के बारे में नहीं पूछा. ഈ വേർപാടും ദുഃഖവും മരണവും നിലവിളിയും വേർപാടും ഈ കഷ്ടതയൊക്കെ ഇന്നലത്തെ കാര്യങ്ങളാണ്. जो दुख है, कष्ट है, मृत्यु है, यह सारी कल की बात है. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. लेकिन एक बात है, ഭർത്താവിന്റെ മരണം നടന്ന ആ മുറിക്കകത്ത് നീ നിലവിളിച്ച ആ ഒരു മുറിയുണ്ടല്ലോ, जिस जगह के अंदर मृत्यु हुआ है, जिस कमरा पर तुमने चिल्लाया है, അടുത്ത നിന്റെ ഈ 2 ആൺകുട്ടികൾ എന്ത് കാണണം? അത്ഭുതം കാണണം. तुम्हारा दोनों बेटा वहां पर चिन्ह चमत्कार देखना. ഇന്ന് എല്ലാ സഭയ്ക്കും പേടി കുഞ്ഞുങ്ങളില്ല. आज का कलीसिया का एक डर की बात ही है, बच्चे नहीं है. അല്ലെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ക്രിസ്തുവിനെ വേണ്ട. जो दूसरे पीढ़ियों को हमारा मसीह को नहीं चाहिए. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലെ ക്രിസ്തുവിനെ വേണ്ട. ആചാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഈ നാട്ടു നടപ്പിന്റെയും രീതിയിലുള്ള കർത്താവിന് വേണ്ട. അവർക്ക് വേണ്ടത് അത്ഭുതങ്ങളാണ്. आज का पीढ़ी हमारा पीढ़ी और पुराना पुस्तक में लिखा हुआ मसीह नहीं है, लेकिन चिन्ह चमत्कार करने वाला मसीह को चाहते हैं. ഈ അത്ഭുത ഈ കുട്ടികളോട് സാരോപദേശം പറഞ്ഞാൽ, മോറൽ സയൻസ് പറഞ്ഞാൽ ഈ കുട്ടികൾ ഇനിയും നെഗറ്റീവ് ഈ റിബലായി മാറത്തേ ഉള്ളൂ. यहाँ हमारे जो विधवा का बच्चे लोगों से यदि पूरा सिद्धांत बोलना जाएगा तो वो लोग पीछे हट जाएगा. കാരണം അപ്പന്റെ മരണം കണ്ട കുട്ടികളാണ്. क्योंकि उनका बाप का मृत्यु को देखा हुआ बच्चे लोग. കണ്ടത് മൊത്തം നഷ്ടവും കഷ്ടവും തിന്മയും മാറയും ദുഃഖമാണ്. जो अभी तक देखा है सब कुछ नष्ट, क्लेश और सब कुछ खो गया हुआ अवस्था. പക്ഷെ പ്രവാചകൻ ഭാവിയെ കുറിച്ച് പറഞ്ഞു. लेकिन भविष्यवक्ता वहां पर
भविष्य के बारे में, പ്രവാചകൻ അടുത്ത മഹത്വത്തെ കുറിച്ച് പറഞ്ഞു. जो आने वाला महिमा के बारे में बताया, പ്രവാചകൻ പകർച്ചയെ കുറിച്ച് പറഞ്ഞു. जो बेदारी के बारे में बताया, പ്രവാചകൻ ഒഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞു. जो बहने वाले के बारे में बताया, പ്രവാചകൻ പാത്രങ്ങൾ കുറയരുതെന്ന് പറഞ്ഞു. जो भविष्यवक्ता ने इस प्रकार कहा वहां पर बर्तन कमी ना हो, പ്രവാചകൻ ഇംപാർട്ടേഷനെ കുറിച്ച് പറഞ്ഞു. जो वहां पर दूसरे के ऊपर और बहने वाला अवस्था को बताया, പ്രവാചകൻ നിങ്ങളുടെ ഭാവിയെ തൊടും. जो हमारा भविष्य को छूने वाला है, പ്രവാചകൻ നിങ്ങളുടെ നാളുകളെ തൊടും. जो भविष्यवक्ता हमारा जीवों को छुएगा, പ്രവാചകൻ രാജ്യത്തോട് ദൂത് വിളിച്ചു പറയും. जो हमारा देश के लिए वाणी सुनाएगा, കാരണം നിങ്ങളുടെ മേലുള്ളത് ഒരു അപ്പോസ്തല അഭിഷേകമാണ്. क्योंकि आपके अंदर दिया गया अभिषेक एक प्रेरितों का अभिषेक है, ഹല്ലേലൂയ. हालेलुया, നിങ്ങളുടെ മേലുള്ള പ്രവാചക അഭിഷേകമാണ്. एक भविष्यवक्ता का अभिषेक है, സാഹിത്യങ്ങളുടെ കീഴ്മേൽ മരിക്കാനുള്ള ഒരു അഭിഷേകമാണ് നിങ്ങളുടെ देश को മേലുള്ളത്. उल्टा पुल्टा करने का एक अभिषेक है, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। പ്രവാചകൻ പറഞ്ഞത്, നീ നിലവിളിക്കുന്ന, നീ തേങ്ങി തേങ്ങി കരയുന്ന, മാറത്തടിക്കുന്ന ആ മുറിയുണ്ടല്ലോ, ആ മുറിയിലോട്ട് കയറി കുഞ്ഞുങ്ങളുമായി വാതിലടയ്ക്കാൻ പറഞ്ഞു. भविष्यवक्ता ने इस प्रकार कहा, जिस कमरा के अंदर तूने चिल्लाया और रोया, उस कमरा के अंदर आपका बेटा को लेकर जाकर कमरा बंद कर दो। നീ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയ കുപ്പിക്കകത്തുള്ള എണ്ണയേ ഉള്ളൂ. मैंने बोला एक छोटे कुपी के अंदर तेल है, കുപ്പിയുടെ വലിപ്പം ചോദിച്ചില്ലല്ലോ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒഴുകുന്നതാണോ? कुपी कितना बड़ा है छोटा है वो नहीं बोला, लेकिन बल सकते हैं क्या, ഒഴുകുന്നത് വല്ല ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ട് കേട്ടോ. जो बहने वाला कुछ है तो हम बच गया। ഇന്ന് പലകല ശുശ്രൂഷ പറഞ്ഞ് നിന്റെ ഉറവുകൾ അടഞ്ഞ് നിന്റെ പകർച്ചകൾ തീർന്ന് നീ വറ്റി വരണിരുന്നാൽ ശുശ്രൂഷയിൽ നിന്ന് ഫ്രൂട്ട്ഫുൾനെസ്, ശുശ്രൂഷയിൽ നിന്ന് മഹത്വത്തിലേക്ക് നിനക്ക് പോകാൻ കഴിയത്തില്ല. प्रभु प्यारा प्रभु का सेवक लोग आपसे कहना चाहता हूँ, हमारा सेवकाई का स्रोत यदि बंद है, बह नहीं सकता है, आगे हम जा नहीं सकते हैं। കുപ്പിയിൽ നിന്ന് പാത്രത്തോട് നേരെ തിരിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. പാത്രത്തിൽ നിന്ന് കുപ്പിയിലോട്ടാ, പക്ഷെ ഇവിടെ നേരെ തിരിച്ചു. हम हमेशा सुनते हैं बर्तन से कुप्पी की ओर, लेकिन आज यहाँ पर उल्टा हो रहा है, कुप्पी से बर्तन के अंदर। യഥാർത്ഥത്തിൽ കുട്ടികൾ പിന്നത്തിൽ വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ദാണ്ടെ നമ്മുടെ എണ്ണ തീർന്നു പോയി. और बाद में बच्चे लोग इस प्रकार बोला, मम्मी यहाँ पर तेल खत्म हो गया। ശുശ്രൂഷകർ അങ്ങനെയാണോ പറഞ്ഞത്? എണ്ണ തീർന്നെന്നാണോ പറഞ്ഞത്? सेवक लोग ऐसे बोला है, तेल खत्म हो गया। क्या बोला? പ്രതികരിച്ചേ എണ്ണ തീർന്നെന്നാണോ തീർന്നു പറഞ്ഞത്? പാത്രം തീർന്നെന്നാണോ പറഞ്ഞത്? क्या जवाब मिला है? तेल खत्म हो गया और बर्तन खत्म हो गया। बर्तन खत्म हो गया, പാത്രം തീർന്നു പോയി. बर्तन खत्म हो गया। അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് പാത്രങ്ങൾ കുറവായിരിക്കരുതെന്ന്. इसलिए भविष्यवक्ता ने कहा बर्तन कमी ना हो। 10-20 പാത്രത്തിലെ വെളിച്ച എണ്ണ മതി നിന്റെ കടം മാറാൻ. जो 10 और 20 बर्तन का तेल काफी है हमारा कर्ज तो मिटने के लिए। പക്ഷെ 200-2000 നീ ആരോടും പോയി എണ്ണ കടം ചോദിച്ചാൽ ആരും എണ്ണ തരത്തില്ല. പക്ഷെ പാത്രം ആരോടും ചോദിച്ചാൽ വെറും പാത്രങ്ങൾ ഫ്രീ ആയിട്ട് തരും, തിരിച്ചു തരുമുണ്ട്. പാത്രങ്ങൾ കുറവായിരിക്കരുത്. किसी के पास जाकर तेल मांगेगा तो तेल नहीं देगा, लेकिन काली बर्तन मांगेगा तो बर्तन मिलेगा। इसलिए बोला है बर्तन का कमी ना हो। നിങ്ങളുടെ ഏത് വിഷയത്തിനകത്തും പരിഹാരം ക്രിസ്തുവിലുണ്ട്. आपका जो भी समस्या है वो समस्या का जवाब मसीह के पास है। ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കുന്നതല്ല. सेवकाई हमारा समस्या को बढ़ाने का नहीं है, നീ ബുദ്ധി കൊണ്ട് ഇത് കൈകാര്യം ചെയ്യരുത്. हमारा बुद्धि से नहीं, ആത്മാവിൽ കൈകാര്യം ചെയ്യണം. आत्मा से कार्य होना है। ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു തലമുറയാണ് മുൻപോട്ട് വരുന്നത്. ये पवित्र आत्मा का एक पीढ़ी का समय है। അതാണ് കർത്താവ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്, എന്നോട് ചോദിച്ചോളൂ ഞാൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം തരുമെന്ന്. इसलिए मसीह ने बोला मुझसे पूछो, मैं पवित्र आत्मा का सबसे ज्यादा जो चाहिए उसी प्रकार दूंगा। ഈ ശുശ്രൂഷ വളരെ നന്നായിട്ട് ഓരോ ദിവസം ഏത് ടോപ്പിക് എടുക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. मालूम नहीं है ये सेवकाई के अंदर किस प्रकार का और सब्जेक्ट लिया जाता है। പാസ്റ്റർ സാങ്കുട്ടി ചാക്കോ ഇതിലെ ഡിവൈൻ എൻകൗണ്ടറിനെ കുറിച്ച് പറഞ്ഞ് ഈ യോഗം തുടങ്ങി. प्रभु कदा सांगुटी चाको और कल ईश्वरीय मुलाकात के बारे में बोलते हुए सेवकाई शुरू किया। അതിനുശേഷം പ്രസംഗിച്ച പ്രധാന നമ്മുടെ പ്രസംഗകൻ പാസ്റ്റർ സിബി തോമസ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നിന്ന് ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു തുടക്കത്തിലേക്ക് ജനത്തെ ആത്മനിയോഗത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ വെളിപ്പാട് കൈമാറി. इसके बाद प्रभु कदा सिबी थॉमस के द्वारा और पवित्र आत्मा के बारे में बोलते हुए सेवकाई को आगे लेकर गया। ഇന്ന് ഈ പകൽ നമുക്കൊരു ശുശ്രൂഷ മീറ്റിംഗ് ആണല്ലോ. एक सेवक लोगों का एक सेमिनार है। നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എങ്ങനെ കഴിയും, മിഷൻസിൽ ശക്തമായി മുൻപോട്ട് പോകാൻ എങ്ങനെ കഴിയും, അതിന് പരിശുദ്ധാത്മാവിന്റെ ഒരു വിശുദ്ധ നിയോഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് ഈ സന്ദേശം. प्रभु का सेवकाई करने के लिए आपको कैसे आगे लेके जा सकता है, उसका नियुक्त करण के ओर लेकर चलने का एक सेवकाई ഞാൻ है। ഇവിടെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ പോകുകയാണ്. और जल्दी से जल्दी समाप्त करना चाहता ഞാൻ हूं। ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് വെളിപ്പാടിനെ കുറിച്ച് പറഞ്ഞ് മാത്രം വിട്ടുന്നേ ഉള്ളൂ. प्रकाशन के बारे में बोलकर मैं समाप्त करता हूं। പ്രിയമുള്ളവരെ, പിതാവ് പുത്രനെ വെളിപ്പെടുത്തുന്നു. प्यारों, पिता पुत्र को और प्रकाशन देता है, प्रकट करता है। യേശു ദൈവത്തിന്റെ പുത്രനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ താക്കോൽ കൊടുക്കുന്നു, പേര് മാറ്റുന്നു, അധികാരം കൊടുക്കുന്നു. ആ സഭയിലെ 11 പേരോട് ഒരു ദൂതുമില്ല കേട്ടോ.
और यीशु और पिता से आया है और ये प्रकाशन बोलते हुए वहां पर कुंजियां देते हैं और सारी बात करते हैं। सारे लोगों के पास वाणी नहीं, सारे लोगों के लिए वाणी नहीं है। ലീഡേഴ്സ് എന്ന് പറയാം, നിങ്ങളെല്ലാം ലീഡേഴ്സ് തലവന്മാര് വിളിക്കപ്പെട്ടവരാണ്. കർത്താവിന് വ്യത്യസ്ത മുഖപക്ഷം നോക്കുന്നില്ല. और मैं लीडर से अगुवा लोग से कहता हूं, आप सारे लोग अगुवे लोग हैं, बुलाया हुआ लोग हैं, लेकिन प्रभु के पास मुखपक्ष नहीं है, पक्षपात है। ദൈവത്തിന് അങ്ങനെ ആ വ്യക്തി ഈ വ്യക്തി ദൈവത്തിനില്ല. और ऐसा एक व्यक्ति दो व्यक्ति ऐसा कुछ नहीं है, पक्षपात नहीं है। പക്ഷേ വെളിപ്പാടിൽ കർത്താവ് ചലിക്കും. लेकिन प्रकाशन में परमेश्वर काम करेगा। ഫിലിപ്പോസിനോട് അന്ത്രയോസിനോട് യോഹന്നാനോട് യാക്കോബിനോട് കർത്താവ് ഒന്നും പറഞ്ഞില്ല. फिलिपोस अंद्रयोस यूहन्ना से प्रभु ने कुछ नहीं बोला, ആരുടെ പേര് മാറിയില്ല, किसी का नाम नहीं बदला। അവർക്കൊക്കെ പഴയ പേരാ. वो सारे लोगों के पास पुराना नाम है, പക്ഷെ ഒരാളുടെ പേര് മാറി, लेकिन एक व्यक्ति का नाम बदल ശീമോന്റെ गया। പേര് മാറി. शिमोन का नाम बदल गया। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. हाथ उठाकर धन्यवाद करें। हालेलुया। ഇത് നിങ്ങൾ മാറുന്ന പകൽക്കാലമാണ്. ഇത് നിങ്ങൾ മാറുന്ന പകൽക്കാലമാണ്. आज तुम बदलने वाला का समय है, ഇത് നിങ്ങളുടെ പകൽക്കാലമാണ്. और आपका समय है। നിങ്ങളെ ശുശ്രൂഷയ്ക്ക് ദൈവം നിയോഗിക്കുന്ന പകൽക്കാലമാണ്. इस सेवकाई के लिए परमेश्वर इस्तेमाल करने के लिए जाने वाले का समय है। എത്രപേർക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം മനസ്സിലായി? कितने लोगों को ये का आत्मा का महत्व के बारे में पता चल गया। ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, परमेश्वर का वचन इस प्रकार का है, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. जो उनसे मांगते हैं उनको पवित्र आत्मा जितने अधिक देगा। ഇന്ത്യയിലെ വേലയ്ക്ക് ഇഷ്ടംപോലെ പണം, എത്രയധികം പണം തരുമെന്നല്ല പറഞ്ഞത്. भारत का सेवकाई के लिए कितना पैसा दूंगा करके नहीं, ദൈവരാജ്യത്തിന് അനുകൂലമായ ഒരു പുതിയ ഗവൺമെന്റ് വരുമെന്നല്ല പറഞ്ഞത്. जो परमेश्वर का सेवकाई के लिए अनुकूल एक सरकार आएंगे करके नहीं, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മളെ ഭരിക്കാൻ ഇന്ത്യയിൽ വരുമെന്നല്ല പറഞ്ഞത്. तुम जो पसंद करने वाला राष्ट्रीय पार्टी आएंगे करके नहीं, കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. लेकिन मसीह ने कहा पवित्र आत्मा जितना अधिक उंडे लूंगा। കർത്താവ് വീണ്ടും ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആത്മാവിനെ ഞാൻ അളവ് കൂടാതെ അല്ലോ കൊടുക്കുന്നത്. कालवरी सूली पर जाने के पहले यीशु ने इस प्रकार कहा, मैं गिनता नहीं वैसा आत्मा का बेदारी देता है। യഥാർത്ഥത്തിൽ ശുശ്രൂഷയുടെ തുടക്കം ഇവിടെ കണ്ടു. ഇവിടുന്ന് നിങ്ങൾക്ക് അറിയാൻ മതി, वहां से ही शुरू होते, वहां से चढ़ना है। ആത്മാവിനെ അധികം 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 आत्मा अधिक 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 आत्मा का। കർത്താവ് വീണ്ടും പറഞ്ഞു, ഗതസ്മനിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഓ തേജസ്കരണം വന്നിട്ടില്ല, ക്രൂശിക്കപ്പെടാൻ ക്രൂശ് കണ്ടുകൊണ്ട് കർത്താവ് ചലിക്കുകയാണ്. കർത്താവ് മുൻപോട്ട് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, और गत्समना में जाकर वहां से अभी तक क्रूस पर चढ़ाया नहीं, लेकिन वो क्रूस को देखते हुए वो बोझ से इस प्रकार कहा, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദിയെന്നല്ല നദികൾ ഒഴുകുമെന്ന്. और वो क्रूस को जाने के पहले मसीह ने इस प्रकार कहा, जो विश्वास करने वाला का अंदर से जीव जल का नदियां बहेगा। ഒരു ഒഴുക്ക് നടക്കാൻ പോവാ. एक बहने का अवस्था होने वाला है। ഇൻട്രഡക്ഷൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, मैंने शुरू किया, आपको याद होगा। നിങ്ങളിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറയാൻ വന്നതാ. आपके अंदर क्या है करके बोलने के लिए आया। നിങ്ങളിൽ നദിയുണ്ട്, आपके अंदर नदी है, മഹത്വം നിങ്ങളിലുണ്ട്, महिमा आपके अंदर है, തേജസ് നിങ്ങളിലുണ്ട്, जो महिमा आपके अंदर रखा ക്രിസ്തു गया, നിങ്ങളിലുണ്ട്, मसीह आपके अंदर है, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്, पवित्र आत्मा आपके अंदर है, കൃപാവരങ്ങൾ നിങ്ങളുടെ മേലുണ്ട്, वरदान आपके अंदर है। നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. तुमके अंदर जो है इस दुनिया से बढ़कर बड़ा है। ഇനി ശുശ്രൂഷമാർ ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. सेवक लोग अभी नहीं 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 करके बोल कर नहीं बैठ रहा। നിങ്ങൾ നെഗറ്റീവ് വേർഡ്സ് പോരായ്മകൾ പരാജയം പറയരുത്. जो हमारा नकारात्मक शब्द अभी निकलना नहीं। കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ കർത്താവ് ആകെ പറയാനുള്ളത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമാണ്. पुनरुत्थान पाने के बाद यीशु ने एक ही शब्द कहा, पवित्र आत्मा के बारे में। പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, पवित्र आत्मा जब तुम पर आओगे, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, पवित्र आत्मा जब तुम पर आओगे, നിങ്ങൾ ദേശങ്ങളെ തൊടും, जो देश को छुएगा, നിങ്ങൾ കൾച്ചറിനെ തൊടും, जो संस्कृति को छुएगा, നിങ്ങൾ റിലീജിയനെ തൊടും, धर्म को छुएगा, നിങ്ങൾ സംസ്കൃതിയെ തൊടും, जो संस्कृति को छुएगा, നിങ്ങൾ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളെ തൊടും, जो अलग अलग राष्ट्रीय नेताओं को छुएगा, സകലത്തിന് മീതെ ദൈവരാജ്യം നിങ്ങൾ സ്ഥാപിക്കും. सारे बातों के ऊपर परमेश्वर का राज्य का स्थापन हो जाएगा। കർത്താവ് പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞില്ല, पिलातुस के बारे में नहीं बोला, ഹെരോദാവിനെ കുറിച്ച് പറഞ്ഞില്ല, जो हेरोदा के बारे में नहीं बोला, റോമൻ കൈസറിനെ കുറിച്ച് പറഞ്ഞില്ല, रोमन अधिकारी के बारे में नहीं बोला, പണമില്ലാത്തതിന് ദാരിദ്ര്യം പറഞ്ഞില്ല, जो पैसा नहीं है वो कमजोर अवस्था नहीं बोला, ആരെങ്കിലും യെരൂശലേമിലുള്ള ആരെങ്കിലും സമ്പന്നനെ പരിചയപ്പെടുത്തിയില്ല, वो वहां पर किसी और पैसा वाला किसी व्यक्ति को परिचय नहीं करवाया, മാളിക മുറിയിലേക്ക് കയറാൻ പറഞ്ഞു. जो मसीह ने कहा वहां पर कमरा के अंदर चला ഇന്ന് जाओ। സഭയ്ക്ക് നഷ്ടപ്പെട്ടത് മാളിക മുറിയാ. वो कलीसिया को उस कमरा नष्ट हो गया ഇന്ന് है। സഭയ്ക്കുള്ളത് സപ്പർ റൂമാണ്. जो कलीसिया के पास केवल वहां पर സപ്പർ റൂം, केवल डिनर करने का एक रूम है, कमरा है, മീറ്റിംഗ്, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്.
केवल मीटिंग, ईटिंग और स्लीपिंग। സഭ രോഗിയായി തീർന്നു. जो कलीसिया बीमार बन गया है, ലോകം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. जो दुनिया मर रहा है, മരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ നേടുവാൻ രോഗിയായി തീർന്ന സഭയ്ക്ക് കഴിയത്തില്ല. जो मरने वाला दुनिया को बीमारी में पड़ा हुआ कलीसिया से जीत नहीं सकता। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ലോകം പാപത്തിൽ മരിക്കുന്നു. दुनिया पाप में मर रहा है, ലോകം പാപത്തിൽ മരിക്കുന്നു. दुनिया पाप में मर रहा है। സകല മ്ലേച്ഛതകളും അശുദ്ധിയും പെരുകുന്നു. हर प्रकार का और हर प्रकार का अलग अवस्था में पाप में गिर गया है। സഭ ഉറങ്ങുന്നു. कलीसिया सो रहा സഭ है, ഉറങ്ങുന്നു. कलीसिया सो रहा है, സഭ ഉറങ്ങുന്നു. कलीसिया सो रहा സഭ है। പരാജയം പറയുന്നു. कलीसिया हमारा हर की अवस्था बोलता സഭ है। എഴുന്നേൽക്കേണ്ട സമയമായി. कलीसिया खड़ा होने का समय आ സഭ चुका है। എഴുന്നേൽക്കേണ്ട സമയമായി. कलीसिया खड़ा होने का समय आ चुका है। हालेलुया। हालेलुया। അതാണ് കഴിഞ്ഞ ലീഡർഷിപ്പ് ക്ലാസ് ഞാൻ ഇങ്ങനെ ഇവിടെ പറഞ്ഞു. पिछले अगुआ का मीटिंग में मैंने कहा, സഭയെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു പാതാള ഗോപുരം എന്നോട് പറഞ്ഞു. कलीसिया करके शब्द इस्तेमाल किया, उसके साथ आधो लोगों का फाटक के बारे में भी बोला है। ശരിയാണോ? सही है क्या? ഉടനെ യേശു സഭയുടെ മുമ്പിൽ പാതാളത്തിന്റെ ആഴമോ ഗോപുരത്തിന്റെ ഉയരത്തെ കുറിച്ചോ പറഞ്ഞില്ല. आधो लोगों का गहराई, उसका फाटक का ऊंचाई, उसके बारे में नहीं बोला। നമ്മൾ ഈ വലിയ മല്ലന്റെ ഹൈറ്റ് എടുക്കുക. हम हमेशा उसका ऊंचाई कितना है वही गिनता है। ഇന്ന് രാവിലെ എന്നോട് ഒരാൾ പറഞ്ഞു 400 സീറ്റ് കിട്ടും. പുള്ളി പ്രവചിക്കുമോ 400 സീറ്റ് കിട്ടും? आज एक व्यक्ति ने मुझे बोला है 400 सीट मिलेगा। പോട്ടെ വിട്ടേക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രവചിച്ചു കൊണ്ടുവരാതെ मैंने इस प्रकार बोलता हूँ, हमेशा भविष्यवाणी बोल कर लेकर നിങ്ങൾ ആത്മമണ്ഡലത്തിൽ വിശ്വാസം വിതയ്ക്കാൻ പറഞ്ഞു. आत्मा मंडल के अंदर विश्वास के द्वारा बोना है। അത് കേൾക്കുന്നവന് ധൈര്യം കൂടെ പോകും. जो सुनने वाले लोगों का हिम्मत कहाँ गया? പിശാച് എത്ര കെട്ടിപ്പൊക്കിയാലും, सैतान कितना भी बड़ा बड़ा बांधो, ഒരു വെളിപ്പാട് പിശാച് എത്ര കെട്ടിപ്പൊക്കിയാലും मैं एक प्रकाशन बोलता हूँ, सैतान कितना भी बड़ा बड़ा बांध कर സഭ रखो, അതിനെ പൊളിച്ചുകൊണ്ടിരിക്കും. कलीसिया उसको तोड़ डालेगा। സഭയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. कलीसिया के बारे में दो बात बोलता ഒന്ന് है, നിർമ്മാണം, രണ്ട് യുദ്ധം. और सबसे पहले जो बनाने का बांध काम और दूसरे लड़ाई। ഒരേ സമയത്ത് തന്നെ സഭ നിർമ്മിച്ചുകൊണ്ടിരിക്കുക ദൈവരാജ്യം. जो एक ही समय के अंदर प्रभु का राज्य का बांध काम कर रहा है, അപ്പോൾ തന്നെ സഭ യുദ്ധം ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുക. उसी समय हम लड़ाई करते हुए एक जगह से तोड़ फुट करके आ ഞാൻ रहा है। ചോദിക്കട്ടെ, നിങ്ങളുടെ സഭ നിർമ്മിക്കുന്നുണ്ടോ? मैं पूछता हूँ, तुम्हारा कलीसिया में बांध काम हो रहा है क्या? നോർത്ത് ഈസ്റ്റിലുള്ള എന്റെ ദൈവദാസന്മാരെ, എന്റെ സഹസ്രശുമാരെ, ഞാൻ നിങ്ങളോട് നിങ്ങൾ നിർമ്മിക്കുന്ന സമയമാണോ? नॉर्थ ईस्ट में मेरे प्रभु का दास लोग से पूछता हूँ, बांध काम होता है क्या? परमेश्वर का राज्य का कलीसिया നിങ്ങൾ का യുദ്ധം ചെയ്യുന്നുണ്ടോ? लड़ाई हो रहा है क्या? നിർമ്മാണം യുദ്ധം നടക്കുന്ന നിലയിൽ അതൊരു സഭയല്ല. ये जो बांध काम और लड़ाई नहीं होता है तो ये एक कलीसिया അത് नहीं है, കേവല ക്ലബ്ബോ അതൊരു കൂട്ടമാണ്. वो केवल एक झुंड है, एक क्लब हो जाता है। അത് മതപരമായ ആചാരങ്ങൾക്ക് കൂടുന്ന ഒരു ഭജന കേന്ദ്രമാണ്. केवल धार्मिक काम के लिए आते हुए एक झुंड का सभा हो നിങ്ങളുടെ जाता സഭ है। നിർമ്മിക്കാൻ പോകുകയാണ്. हमारा कलीसिया बांध काम करने वाला നിങ്ങളുടെ कलीसिया സഭ बनना है। കെട്ടുപണിയാ യുദ്ധം ചെയ്യാൻ പോകുകയാണ്. जो लड़ाई करने वाला कलीसिया बनना ഞാൻ है। ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. मैं इतना बोलकर समाप्त करता हूँ। മോശയ്ക്ക് കൊടുത്ത ഒരു വടിയാണ്. मूसा का हाथ में एक लाठी दी, മതിയായിരുന്നു, ആ വടി മതിയായിരുന്നു കേട്ടോ. वो लाठी काफी थी। ഫറവോന്റെ കയ്യിലും വടി ഉണ്ടായിരുന്നു. जो फरोन के पास भी लाठी थी, പക്ഷേ മോശ ഫറവോന്റെയും മന്ത്രവാദികളുടെയും ശകനവാദികളുടെയും ആഭിചാരന്മാരുടെ മൊത്തവും വടി അവരുടെ തൊഴിലിന്റെ ആയുധം മോശ ഇല്ലാതാക്കി തീർത്തു. लेकिन जो वहां पर फरोन का जो मंत्र तंत्र करने वाला सारे लोगों के पास जो लाठी थी, ये सारी लाठियों को मूसा का लाठी तो खा गया है। നിങ്ങൾക്കറിയാം ആ സമയത്ത് ഏറ്റവും വലിയ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ ഫറവോന്റെ കിങ്ഡമാണ്. और उस समय का एक बहुत बड़ा साम्राज्य वही था, फरोन का देश, फरोन का साम्राज्य। റൈറ്റ് ട്രാൻസ്ലേഷൻ, സാമ്രാജ്യം, ശക്തിയേറിയ സാമ്രാജ്യം. जो एक शक्ति सामर्थ्य से बढ़ने वाला एक साम्राज्य है। ഏകദേശം 300-400 വർഷം ഇവിടെ കിടക്കുന്ന മൊത്തം അടിമകളാ കേട്ടോ, അടിമകളാ. और वहां पर इसराइल लोग लगभग 430 साल वहां पर गुलामी लोग थे। നമ്മൾ ഈ അടിമത്തത്തിൽ ഒത്തിരി കിടക്കും. നമുക്ക് ഇന്ത്യ അടിമത്തം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചു, കോളനിയായിട്ട് നമ്മളെ ഭരിച്ചു. നമുക്ക് ഇപ്പോഴും സാഹിബിനെ കാണുമ്പോൾ നമുക്കൊരു കോംപ്ലക്സ് ഉണ്ട്, നമ്മൾ ഏതോ ചെറുതാണെന്ന്. और हमारा देश को भी बहुत साल अंग्रेजी लोग राज किया है, हमें अधीन में रखा था। आज भी गोरे लोगों से देखेगा तो हमको लगता है हम छोटे लोग हैं। നമ്മൾ ഇന്ത്യക്കാരൻ അന്നും ഇന്നും ഉള്ള ദാരിദ്ര്യം മൊത്തം സാഹിബിനോട് പറയും. और उस दिन और आज भी हमारा कंगाल अवस्था गोरे लोगों से बोलना चाहते हैं। സാഹിബിനെ കാണുമ്പോഴേ മൊത്തം ഇല്ലായ്മയുടെ പട്ടിക അഴിച്ചങ്ങിടും. जो गोरे लोगों को देखते हुए हमारा पूरा कमजोर अवस्था, कंगाल अवस्था पूरा खोल के डाल देता है। ആരുടെ കൂടെ നമ്മുടെ മെന്റാലിറ്റി ഇത്. वो हमारा मनोभाव है, കാരണം നമ്മൾ ആ പുത്രത്വത്തിന്റെ അധികാരത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. क्योंकि हम अभी तक मसीह का पुत्रत्व का अंदर हम आया नहीं। സാഹിബിന്റെ ദൈവം നിങ്ങളുടെ ദൈവം ഒന്നാ.
जो गोरे लोगों का परमेश्वर और तुम्हारा परमेश्वर एक ही है। സായിപ്പിനെ അനുഗ്രഹിച്ച അതേ ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തൻ. जो गोरे लोगों को आशीष किया परमेश्वर आपको भी आशीष करने के लिए सक्षम है। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। മോശയ്ക്ക് ഒന്നും കർത്താവ് കൈമാറിയില്ല. मूसा को और कुछ प्रभु ने नहीं दिया। ഇന്നലെ രാത്രി കണ്ടല്ലോ ഒരു ചെറിയ എൻകൗണ്ടർ. हमने देखा है एक ईश्वरीय मुलाकात ഒരു മരുഭൂമിക്ക് അപ്പുറത്തുള്ള ഒരു തീ. जो मरुस्थल के और उस पार एक अग्नि। ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. इस प्रकार मैं बोलकर समाप्त करता हूँ। ഇതിനപ്പുറത്ത് എന്തോ ഒന്നുണ്ട് കേട്ടോ. इसका पार आगे कुछ है। ആ ശുശ്രൂഷമാരെ ഇതിനപ്പുറത്ത് ഈ മരുഭൂമിക്ക് അപ്പുറത്ത് ഈ ആടുകളെ തീറ്റുന്നതിനപ്പുറത്ത് ഈ ഹോരേബിനപ്പുറത്ത് അതിനപ്പുറത്ത് ഈ കുന്നിനപ്പുറത്ത് എന്തോ നിന്നെ ആകർഷിക്കുന്ന അവിടെ ഉണ്ട്. प्रभु का दास लोग सेवक लोग आपको आकर्षण करने वाला कुछ बात इस पहाड़ के उस पार इस मरुस्थल के उस पार जहां पर भेड़ बकरियों को चलाते हैं उसके और उस पार कुछ है। ഇന്ന് ഭാരത സഭയ്ക്ക് എന്ത് പറ്റി? മനസ്സ് മടുത്തു. മരുഭൂമിയിൽ എല്ലാവരും മടുത്തു മടുത്തു മടുത്തു. कलीसिया को क्या हो गया? मरुस्थल में थक गया है, थक गया, थक गया। ഇന്ന് ഞാൻ ഹോട്ടൽ റൂമിൽ പ്രാർത്ഥിച്ചു ദൈവം നൽകിയ ദൂതാണ്. ആ ദൂത് പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാം. मैंने रूम में कमरा में होटल में प्रार्थना कर रहा था तब प्रभु ने दिया हुआ वाणी है बोलकर समाप्त करता हूँ। ആരൊക്കെ പറയുന്നു ശുശ്രൂഷമാർ തിരിച്ചു പോവുകയാണെന്ന്? कई लोग इस प्रकार ഇന്ത്യയിൽ പല ഭാഗത്തെ ശുശ്രൂഷമാർ തിരിച്ചു പോവുകയാണ്. और भारत में कई सेवक लोग और वापस जा रहा है മിഷൻ ഫീൽഡ് എന്തോ ഒരു ശൂന്യത വരാൻ പോകുന്നു. और सेवकाई का क्षेत्र अभी कम होने वाला है और वहां पर सेवक लोग का कमी होने वाला പലരും है। ലീഡർഷിപ്പ് ഇന്ന് മാറുന്നു. बहुत सारे लोग अगुवापन में लीडरशिप में वो लोग पीछे की ओर हट रहा പല है। ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഒരു ഞായറാഴ്ച ആരാധന നടന്നിട്ട് 6-7 മാസങ്ങളായി. बहुत सारे भारत का अलग अलग राज्य के अंदर रविवार के आराधना होकर कम से कम 4-5 महीने का ऊपर हो गया। നമുക്ക് പലതും പറയാൻ കാണും. बहुत सारे बात बोलने के लिए ഞാൻ होगा। പറഞ്ഞാൽ നമ്മൾ മറ്റ് ലോകത്തിലെ സാഹചര്യങ്ങൾ നിങ്ങളോട് വാഗുകൊണ്ട് സംസാരിക്കരുത്. दुनिया के अवस्था दुनिया में क्या होता है ये हमारा ओठों से नहीं बोलना। ഈ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട മരുഭൂമിയിലായിരിക്കുന്ന ഇസ്രായേൽ ജനവും പറഞ്ഞു തിരിച്ചു പോകാം, വേണ്ട ഇനി കനാൻ പിടിക്കാൻ പറ്റത്തില്ല. मिस्रैम से छुटकारा पाकर मरुस्थल में आए इस्राएल लोग भी इस प्रकार कहा नहीं हम वापस लौटेंगे कनान में पहुंच नहीं पाएगा। അവർ പറയുന്നത് ഇനി മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് പുറകോട്ട് തിരിച്ചു പോകാം. वे लोग ने इस प्रकार कहा आगे जाने से अच्छा पीछे की ओर लौटना पीछे जाएंगे। ലിസൺ കെയർഫുള്ളി. सुनिए ध्यान से सुनिए। അങ്ങോട്ട് പോകുന്നതിനേക്കാൾ എവിടെ തുടങ്ങി നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാം. आगे जाने से पहले आगे जाने से अधिक जहां से शुरू हो गया वहां की ओर जाएंगे। പൗലോസ് പുതിയ നിമിത്തം പറഞ്ഞു നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചു പക്ഷെ അവസാനിപ്പിച്ച ജഡത്തിലാണ്. पौलुस इस प्रकार कलीसिया से कहा आत्मा से शुरू किया लेकिन शारीरिक तौर पे ഞാൻ समाप्त ലീഡേഴ്സിന്റെ किया। കാര്യം പറയാം നിങ്ങൾ എങ്ങനെ തുടങ്ങി എന്നുള്ള വിഷയമല്ല, നിങ്ങൾ എങ്ങനെ കൊണ്ടെത്തിച്ചു, നിങ്ങൾ എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് വിഷയം. प्रभु का दास लोग से मैंने इस प्रकार कहना चाहता हूं कि इस प्रकार शुरू किया वो एक बात नहीं है लेकिन कैसे अब समाप्त की ओर लेकर चलाता है वो एक बड़ी बात है। എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, मेरे भाई और बहनों തുടക്കം നല്ലതാണ്. शुरुआत अच्छा है। വലിയ ആവേശവും വലിയ വിശ്വാസ പ്രഖ്യാപനവും വലിയ ആഗ്രഹമൊക്കെയാ, പക്ഷേ बहुत बड़े തുടക്കമല്ല बोझ। വിഷയം, ഒടുക്കമാണ് വിഷയം. बहुत बड़े बोझ विश्वास का घोषणा ये सारी बात अच्छी है लेकिन समाप्त कैसा होता है। പൗലോസ് കൊണ്ടെത്തിച്ചു. पौलुस वहां तक पहुंचाया। ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. मैं अच्छी दौड़ दौड़ा मैं अच्छी कुश्ती लड़ा। പ്രിയമുള്ളവരെ, പൗലോസിനെ കുറിച്ച് തിമോത്തിയോസ് പറഞ്ഞല്ല, പൗലോസ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു എനിക്കിനി ഓടാനില്ലെന്ന്. पौलुस के बारे में तिमोथियुस ने कहा वो शब्द नहीं है लेकिन अपने आप से कहते हैं अभी मेरे लिए दौड़ बाकी नहीं। ഞാൻ കേരളത്തിൽ നിന്നാണല്ലോ വരുന്നത്. കേരളത്തിൽ ഈ വാക്യം പറയണമെങ്കിൽ ഇപ്പോൾ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ക്രിസ്റ്റി പാസ്റ്റർ എന്ന് പറയും നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം. എന്നെ കുറിച്ച് ഇദ്ദേഹം പറയും. मैं केरल से आता हूँ, केरला में ऐसे है जब मैं जिंदा हूँ तब नहीं बोलेगा लेकिन जो मरा हुआ पड़ा है तब पास आकर बोलते हैं ये अच्छी दौड़ दौड़ा है अच्छी कुश्ती लड़ा है सब समाप्त कर दिया है। പക്ഷെ പൗലോസ് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു എനിക്കിനി ഓടാനില്ലെന്ന്. लेकिन जब पौलुस जिंदा था तब खुद कहा है अभी मेरे सामने दौड़ बाकी नहीं। എവിടുന്ന് തുടങ്ങി എവിടെ കൊണ്ടെത്തിച്ചെന്ന് അപ്പോസ്തലന് അറിയാം. कहां से शुरू किया कहां तक पहुंचाया वो भी वो जानता है। നോക്കണേ, കനാൻ പിടിക്കുവാൻ ഇറങ്ങി തിരിച്ചു പറയുക തിരിച്ചു പോകാമെന്ന്. कनान देश की ओर बुलाया गया लेकिन अभी बोलते हैं हम वापस ഈ जाएंगे। ദൂത ശുശ്രൂഷമാരോടാണ്. सेवक लोगों से वाणी है ജനത്തിന് മനസ്സ് മടുത്തപ്പോൾ, जब लोग थक गया है उनका मन में थकावट आया, ജനത്തിനിടയിൽ പിറുപിറുപ്പുണ്ടായപ്പോൾ, जब लोग कुटकुटाने लगा, എവിടെ പിറുപിറുപ്പ് മത്സരമുണ്ടോ സാന്നിധ്യവും മഹത്വം അവിടുന്ന് മാറും. जहां कुटकुटाते हैं जहां समस्या हो जाते हैं वहां से महिमा चला जाता है। ഉടനെ മോശ വെളിപ്പാടിലൊരു കാര്യം പറഞ്ഞു. मूसा प्रकाशन में एक बात वहां पर बताया। കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. രണ്ടുപേർ
प्रभु दूंगा करके वायदा किया, उस देश की ओर चला जा। സോറി 10 പേരെ പറഞ്ഞു വിട്ടു, 10 लोगों को वहां पर लेकर भेजा गया, 12 പേരെ അങ്ങോട്ട് വിട്ടു, 12 लोगों को भेजा गया। അവിടെ ഉള്ളത് ചില, അവിടെ നിങ്ങൾ കണ്ടത് അവിടെ ഉള്ളത് ചില കൊണ്ടുവരാൻ പറഞ്ഞു. वहां जो देखा हुआ कई बात कई चीज लेकर आने के लिए बोला। ദൂത് ഇത്രേ ഉള്ളൂ, वाणी यही है, മനസ്സ് മടുത്ത जब मन में थकावट आता തിരിച്ചു है, പോകണമെന്ന് പറഞ്ഞ, जब वापस जाने करके ഇനി बोलता है, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ, आगे नहीं जाना करके बोलता, ദൈവം കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞ, जब प्रभु झूठ बोलते हैं करके सोचाता ആ है, ദേശം തിരിച്ച് നമുക്ക് തരുവാൻ ദൈവത്തിന് പോലും കഴിയത്തില്ലെന്ന് പറഞ്ഞ, उस देश हमारे हाथ में देने के लिए प्रभु से भी नहीं होगा करके बोलता ഈ है। ജനത്തിന്റെ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടി ദൈവം അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ये लोगों का मन का भावना बदलने के लिए लोगों को परमेश्वर वहां की ओर भेजा गया। 12 പേര് ഒന്നിച്ചു പോയി, 12 लोग एक साथ गया, 10 പേര് രണ്ട് ഗ്രൂപ്പായിട്ട് വന്നു. 2 झुंड होकर 10 और 2 झुंड होकर वापस आया। 10 പേരും പറഞ്ഞു 10 लोग कहा ആ ദേശം കൈവശമാക്കാൻ നമുക്ക് കഴിയത്തില്ലെന്ന്. वो देश कब्जा करने के लिए नहीं होता, പക്ഷെ 2 പേര് കണ്ടോ, लेकिन 2 जन, 2 പേരുടെ നടുക്ക്, ये दोनों का बीच में 2 പേര് നിൽക്കുമ്പോൾ അതിന് നടുക്ക് ഒരു മുന്തിരിക്കൊല കിടക്കുന്നു. जो दोनों खड़े थे वहां पर एक अंगूर का एक झुंड वहां पर നിങ്ങൾ है। ഇങ്ങനെ എവിടെയെങ്കിലും ഒരു മുന്തിരിക്കൊല കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? 2 പേർ നടുക്ക് ഒരു മുന്തിരിക്കൊല ഇട്ടക്കുന്നത് കണ്ടിട്ടുണ്ടോ? जो 2 जन के बीच में एक बहुत बड़ा अंगूर लेकर आता है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया। രുചി പോയ, മണം പോയ, ഗുണം പോയ, താല്പര്യം പോയ, ഇഷ്ടം പോയ, ടേസ്റ്റ് പോയ ഈ ജനത്തിന് ആ ദേശത്തിലെ ഒരു മുന്തിരി എന്നുള്ള ഒരു മുന്തിരിക്കല കൊണ്ടുവന്ന ദൈവം പുതിയ വെളിപ്പാട്, പുതിയ അഭിഷേക, പുതിയ ജ്ഞാന ആ ദേശത്തെ കുറിച്ച് കൊടുത്തു. जिस लोगों का टेस्ट खत्म हो गया, जिस लोगों के पास जो इच्छा खत्म हो गया, उसी लोगों के बीच में कनान देश से अंगूर लेकर आकर एक ताजा अनुभव, एक नया टेस्ट उनका जीव के अंदर, उनका जीवन के अंदर प्रभु ने दे दिया है। ഒരു ഉണർവ് നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്, एक जागृति आपके लिए ഒരു इंतजार कर ദൈവ रहा പ്രവൃത്തി है, നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. एक प्रभु का काम आपके लिए वेट कर रहा है। ഇത് ഒരു ദൈവ പ്രവൃത്തിയുടെ മഹത്വം നിങ്ങളെ വെളിപ്പെടുത്തുക, നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. प्रभु का काम का महिमा आपके लिए वेट कर रहा है। അങ്ങോട്ട് പോയ 10 പേരും ആ ദേശത്തിന് അതിര് കണ്ടപ്പോൾ പറഞ്ഞു ആ ദേശം പിടിക്കാൻ പറ്റത്തില്ലെന്ന്. वहां पर गए 10 लोग, देशा को सीमा को देखकर कहा अभी हमसे नहीं होता। അതിര് കണ്ടവർ പറഞ്ഞു ഈ ദേശം കൈവശമാക്കാൻ പറ്റത്തില്ലെന്ന്. जो सीमा को देखे वो लोग इस प्रकार बोला हमसे नहीं होगा। പക്ഷെ യോശുവയും കാലേബും ഇതിന്റെ ആധാരം ഒന്ന് നോക്കി, लेकिन जोशुआ और कालेब इसका दस्तावेज निकाल कर देखा, ഈ കനാന്റെ ആധാരം ഒന്ന് നോക്കി. ये दस्तावेज निकाल कर देखा। ഞങ്ങളുടെ അപ്പച്ചന് കൊടുത്ത ആധാരം മോശയുടെ കയ്യിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ जब मेरा दादा के पास दिया गया इस दस्तावेज मूसा का हाथ में देकर इस प्रकार देखा, അതിര് കണ്ടവർ പറഞ്ഞു പിടിക്കാൻ പറ്റത്തില്ലെന്ന്. जो सीमा को देखे वो लोग कहा ये हमसे नहीं होगा। അവർ മല്ലനെയും കോട്ടയും ഗൗരിയാത്തിനെയും വെല്ലുവിളിയൊക്കെ അവർ കണ്ടു. वो वहां पर बड़े बड़े मल्ल योद्धा लोगों को देखा, പക്ഷെ ആധാരം കണ്ടവർ പറഞ്ഞു लेकिन दस्तावेज देखा वो लोग ने ഈ कहा കനാന്റെ മൊത്തം ആധാരം അബ്രഹാമിന്റെ കൈ കൊടുത്തതാ. ये पूरे देश का दस्तावेज मेरा दादा अब्राहम के हाथ में दिया गया है। അതിര് കണ്ടവൻ ഇട്ടിട്ട് പോയപ്പോൾ ആധാരം കണ്ടവൻ പറഞ്ഞു ആ ദേശം കൈവശമാക്കുവാൻ നമുക്ക് കഴിയും. सीमा देखा वो लोग सब छोड़कर चले गया, लेकिन दस्तावेज देखा वो लोग बोलते हैं ये हमारा देश है, हम कब्जा करेंगे। ഹല്ലേലൂയ. हालेलुया। ഒരു തീ നിങ്ങളെ വെയിറ്റ് ചെയ്യുക. एक अग्नि आपके लिए इंतजार कर रहा है। ഈ ആടിനപ്പുറത്ത്, ഈ മരുഭൂമിക്കപ്പുറത്ത് ഒരു തീ. ये मरुस्थल के बाद, भेड़ बकरियों के बाद उस पार एक अग्नि, വേനൽക്കാലത്ത് പല തീയും കത്തും. और गर्मी का समय पर बहुत सारे अग्नि होती है। ഏത് മുൾക്കമ്പിലും മുൾച്ചെടിയിലും കാട്ടുചെടികൾ തീ കത്തിയാൽ 1 സെക്കൻഡിൽ തീ കെട്ടി ചാമ്പലായി തീരും. जो भी बड़े बड़े झाड़ तो उसमें आग लगेगा वो भी भस्म हो जाएगा, പക്ഷെ ഒരു തീ കെടുന്നില്ല. लेकिन यहाँ पर एक अग्नि वो और बढ़ता ती नहीं, कड़मिल्ला। भस्म नहीं होता। इन अग- मरुस्थल के अंदर बहुत सारे अग्नि देखा, പക്ഷെ ഒരു തീ മോശെ ആകർഷിച്ചിട്ടില്ല. लेकिन अभी तक किसी प्रकार का अग्नि में मूसा आकर्षित नहीं കാരണം हुआ, ആകർഷകത്തിന്റെ കാര്യം ഒരു തീ മോശെ വിളിച്ചിട്ടില്ല. क्योंकि अभी उसका कारण यही है किसी प्रकार के अग्नि मूसा को नहीं बुलाया, ഒരു തീക്ക് മോശയുടെ പേരറിയത്തില്ലായിരുന്നു. किसी अग्नि को मूसा का नहीं जानता। പക്ഷെ ആ തീ അന്ന് ഒരു ദിവസം മോശെ വിളിച്ചു, മോശെ മോശെ. लेकिन उसी दिन का अग्नि मूसा का नाम पुकार कर बोला है मूसा मूसा। മോശെ അറിയാവുന്ന തീ, मूसा से जाने वाला മോശയുടെ പേരറിയാവുന്ന തീ. मूसा का नाम जानने वाला एक अग्नि, അവിടെ തീക്കകത്ത് ആരെ വിളിക്കുന്നു? और वहां पर अग्नि के अंदर से बोला है, താന്റെ താഴ്വരെ 300 ആട് വിളിക്കുന്നു മോശെ മോശെ എന്ന്. नीचे तराई में 300 भेड़ चिल्लाता है मूसा मूसा। അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? भेड़ के पास जाना है क्या अग्नि के पास? തീ കാണാൻ അങ്ങോട്ട് പോയപ്പോൾ ആട് ഇങ്ങോട്ട് വിളിച്ചു.
जो जब अग्नि देखने के लिए उधर गया, मूसा को बेड़ इस प्रकार बुलाता ആ है, തീ വിട്ടിട്ട് ആടിന്റെ അടുത്തോട്ട് ഇറങ്ങി. ये अग्नि छोड़कर बेड़ के पास गया. അങ്ങോട്ട് താഴ്വരയിലോട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും ഓടി വിളിക്കുന്നു, തരാം. മോശേ മോശേ. तराई पर आया, तब वहां से फिर भी एक बुलाहट, मूसा मूसा. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. സാരേ ഇത് ലോഗ് ഖഡേ ഹോ അവസരമാണ്. ജായേംഗെ. ഒരു തീ, സാരേ ലോഗ് സ്തോത്രം, ഖഡേ ഹോ ഒരു ജായേംഗെ. എൻകൗണ്ടർ, ഒരു ഇടപെടൽ, ആമേൻ, एक ഒരു मुलाकात, സ്തോത്രം, പരിശുദ്ധമായ एक मुलाकात ഒരു का एक നിർണ്ണയം अवसर है. നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ एक പോകുകയാണ്. नियुक्तिकरण का, एक प्रकाशन का एक समय आ गया है. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. मैं आपके लिए प्रार्थना करना चाहता हूं. രോഗികളുണ്ടെങ്കിൽ ഇവിടെ സൗഖ്യമാകും. और जहां पर बीमारी लोग है वहां पर छुटकारा पाएगा. രോഗശാന്തി സൗജന്യമാണ്. जो यहाँ पर और बीमारी से चंगाई मुफ्त में मिल जाता है. കാൽവൽ ക്രൂശ് യേശു രോഗങ്ങളെ വഹിച്ചു, और कालवरी क्रूस पर यीशु ने रोगियों को चंगा किया. വേദനകളെ ചുമന്നു, और हमारा वेदनों को उन्होंने उठाया. ബലഹീനതകളെ എടുത്തു, हर प्रकार के कमजोरियों को അവൻ उठाया. ദീനങ്ങളെ സൗഖ്യമാക്കുന്നു, हर एक दिन बीमारियों को चंगा करता है. ബാധകളെ സൗഖ്യമാക്കുന്നു. और हर एक बीमार लोगों को चंगा करता है. ഇപ്പോൾ തന്നെ എല്ലാ പൈശാചിക അധികാരികളും വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. हर प्रकार का सैतानिक अधिकार यहाँ से दूर जाने के लिए आज्ञा देता है. എല്ലാ ആഭിചാര മന്ത്ര തന്ത്ര ഭൂത ശക്തികൾ യേശുവിൻ നാമത്തിൽ പുറത്തു വരിക. जो तंत्र तंत्र आभिचार का हर प्रकार का सामर्थ यीशु का नाम है, बाहर निकल जाओ. എല്ലാ രോഗാത്മാക്കൾ, ദുരാത്മാക്കൾ, എല്ലാ ഭൂതാത്മാക്കൾ യേശുവിൻ നാമത്തിൽ പുറത്തു വരിക. हर प्रकार का भूत की आत्मा, हर प्रकार का कमजोरी की आत्मा यीशु का नाम है, बाहर निकल जाओ. യേശുവിൻ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. यीशु का नाम है छुटकारा होने पाए. യേശുവിൻ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. यीशु का नाम है चंगाई होने पाए. എത്രവർക്ക് വിടുതൽ ആവശ്യമാണ്? कितने लोगों को छुटकारा चाहिए? എത്രവർക്ക് സൗഖ്യം ആവശ്യമാണ്? कितने लोग चंगाई चाहते हैं? എത്രവർക്ക് ശുശ്രൂഷ ആവശ്യമാണ്? कितने लोग एक सेवकाई चाहते हैं? എത്രവർക്ക് ദൈവത്തിന്റെ ആശീർവാദം ആവശ്യമാണ്? कितने लोग परमेश्वर से प्रबंध चाहते हैं? ശുശ്രൂഷ നിയോഗമാണ്. सेवकाई नियुक्तिकरण है. ശുശ്രൂഷ ഒരു വിളിയാണ്. सेवकाई एक बुलाहट है. ശുശ്രൂഷ ഒരു തെരഞ്ഞെടുപ്പാണ്. सेवकाई एक चुनाव है. ശുശ്രൂഷ ഒരു അഭിഷേകമാണ്. सेवकाई एक अभिषेक है. ശുശ്രൂഷ ഒരു പുത്രത്വത്തിന് ബന്ധമാണ്. सेवकाई एक पुत्रत्व का एक रिश्ता है. പുത്രത്വത്തിന് ബന്ധമാണ്. ബന്ധം वो पिता पुत्र का एक रिश्ता है. ഇതൊരു ഭാരമാണ്. एक बोझ है. ഇത് ആത്മഭാരമാണ്. आत्मा में एक बोझ ഇത് है. വേദനയാണ്. एक दर्द है. ഇത് വേദനയാണ്. ये दर्द है. വേദനയിലാണ് ശുശ്രൂഷ പുറത്തു വരുന്നത്. वेदना से उसके अंदर से सेवकाई बाहर ഈ प्रकट കഷ്ടത होता है. मഹത്വമായി തീരും. ये कष्ट हमारे लिए महत्व बन ഈ जाएगा. മാറ മധുരമായി തീരും. ये मारा मधुर बन ഈ जाएगा. തിന്മ നന്മയായി മാറും. ये अवस्था भी भलाई में ഈ बदलेगा. പരാജയം ജയമായി മാറും. ये हर गई अवस्था विजय में लेकर जाएगा. ഇത് നിങ്ങളുടെ സമയമാണ്. ये आपका समय है. എത്ര റെഡിയാണ്? कितने लोग तैयार हैं? ഞാൻ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കട്ടെ. मैं यहाँ पर समाप्त करता हूँ. മോശയുടെ വടിയുടെ കാലം കഴിഞ്ഞു കേട്ടോ. മോശയുടെ വടിയുടെ കാലം കഴിഞ്ഞു. मूसा का लाठी का समय हो गया. മോശ മരിച്ചപ്പോൾ വടിയെടുത്ത് യോശുവയ്ക്ക് കൊടുത്തില്ല. मूसा जब मर गया तब उनका लाठी यूसुफ का हाथ में नहीं दिया. ദൈവം എപ്പോഴും സ്ട്രാറ്റജി മാറ്റുന്നു. हमेशा स्ट्रैटेजी परमेश्वर बदलता है. നമുക്ക് അടുത്ത സെക്ഷൻ അത് കേൾക്കാം. और आने वाला समय पर सुनेगा. വടിയുടെ കാലം കഴിഞ്ഞു. लाठी का समय हो गया. ദൈവം സ്ട്രാറ്റജി മാറ്റി. प्रभु ने स्ट्रैटेजी बदल गया. ചുമക്കാൻ പട്ടകം, और कंधे पर लेकर चलने का തോളിൽ संदूक, എടുക്കാൻ പുരോഹിത, ചുമക്കാൻ പട്ടകം, जो कंधे पर लेने का संदूक, ഊതുവാൻ കാഹളം, जो भुगा और तुरभी हाथ में, കയ്യിലെടുക്കുവാൻ വാള്. हाथ में लेने के लिए एक तलवार. നിങ്ങൾ കണ്ണുകളുടെ ആത്മാവിൽ കണ്ടോട്ടെ. आंख बंद करते हुए आत्मा में ये देखो. കാരണം മോശ കണ്ട ചെങ്കടലല്ല ഇത്. मूसा ने देखा हुआ लाल समुद्र नहीं है. മോശ കണ്ട ചെങ്കടലല്ല ഇത്. मूसा ने पाया हुआ लाल समुद्र नहीं है. മോശ കണ്ട മരുഭൂമി അല്ല ഇത്. मूसा देखा हुआ मरुभूमि नहीं है. മരുഭൂമിയിൽ കേവലം 2 രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ മതിയായിരുന്നു. और केवल 2 राजा लोगों को मरुस्थल के अंदर मूसा को खत्म करना था. യോശുവയെ വെയിറ്റ് ചെയ്യുന്നത് ഒരു വലിയ യോർദാനാണ്. योशुआ के सामने एक बहुत बड़ा योर्दान है. അത് കൊയ്ത്ത് കാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്ന മരണ യോർദാനാണ്. हमेशा दोनों साइड पार कर कर बहने वाला एक योर्दान है. ഇതുവരെ ആരുടെ മുമ്പിൽ പറ്റിയിട്ടില്ല. अभी तक कोई उसको पार नहीं ഈ ഒരു किया. അഭിഷേകത്തിന് മുമ്പിൽ യോർദാൻ ഉണങ്ങിയിട്ടില്ല. अभी तक किसी अभिषिक्त का सामने योर्दान 2 नहीं हुआ. പക്ഷെ വടിയുടെ മുമ്പിലല്ല ഉണങ്ങുന്നത്. केवल लाठी के सामने नहीं है. ദൈവ സ്ട്രാറ്റജി മാറ്റി. परमेश्वर ने स्ट्रैटेजी बदलाया. തോളിൽ ചുമക്കുവാൻ പെട്ടകം, कंधा पर चलाने के लिए संदूक, ഊതുവാൻ കാഹളം, जो फुकाने के लिए एक तुरभी, മുമ്പിൽ നയിക്കുവാൻ സൈന്യങ്ങളുടെ അധിപതിയായ യഹോവയുടെ വാള്, आगे लेकर चलाने के लिए हाथ में एक तलवार. വീണ്ടും സ്ട്രാറ്റജി ദൈവം മാറ്റി. और भी प्रभु ने स्ट्रैटेजी बदलाया. ഇപ്പോൾ ഗിദെയോന്റെ കയ്യിൽ വടിയും ആമേൻ കാഹളവും വടിയും ആമേൻ പെട്ടകവുമല്ല ഇരിക്കുന്നത്. अभी गिदयोन का हाथ में लाठी और संदूक नहीं. ഗിദെയോന്റെ കയ്യിൽ ഇതൊന്നും അല്ല ഇരിക്കുന്നത്. गिदयोन के पास ये किसी बात नहीं है. ഒരു കൂട്ടം
एक बहुत बड़ा मटका, കുടത്തിനകത്ത് തീ. इसके अंदर अग्नि, ഓ ഹല്ലേലൂയ. हालेलुया, അകത്തൊരു തീയുണ്ട്, अंदर एक अग्नि है, അകത്തൊരു തീയുണ്ട്, अंदर एक अग्नि है, അകത്തൊരു ശക്തിയുണ്ട്, अंदर एक सामर्थ है, അകത്തൊരു അഭിഷേകമുണ്ട്. अंदर एक अभिषेक है, യേശുവിന്റെ നാമത്തിൽ यीशु का नाम ഈ है, മൺകുടത്തിനകത്തൊരു ദൈവശക്തിയുണ്ട്. ये मटका के अंदर एक सामर्थ है, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. महिमा का प्रत्याशा और आशा मसीह आपके अंदर है। കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. हाथ उड़ाकर परमेश्वर का धन्यवाद करें। എത്ര പേർക്ക് തലമുറയിലെ ഒരു ദൈവപ്രവർത്തന വെളിപ്പാട് ആവശ്യമാണ്? कितने लोग चाहते हैं इस पीढ़ी में एक परमेश्वर का काम प्रकट होना है। എനിക്കൊരു വെളിപ്പാട് ആവശ്യമാണ്, मुझे एक प्रकाशन चाहिए, എനിക്കൊരു നിയോഗം ആവശ്യമാണ്, मुझे एक नियुक्तिकरण चाहिए, എനിക്കൊരു ശുശ്രൂഷ ആവശ്യമാണ്, मुझे एक सेवकाई का जरूरत है, എനിക്ക് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. मुझे आगे बढ़ना जरूरत है। ഹല്ലേലൂയ. हालेलुया। പക്ഷേ പൗലോസിന് തടസ്സമായി നിന്നത്, पौलुस के सामने जो रुकावट, ലിസൺ, പൗലോസിന് തടസ്സമായി നിന്നത് पौलुस का रुकावट ഒരു ചെറിയ ചെതുമ്പലാണ്. ये केवल एक आग में एक उनको बांधा गया है। കണ്ണിൽ ഒരു തടസ്സം. आंख में एक रुकावट। ഞാനിങ്ങനെ പറയാറുണ്ട്, इस प्रकार का होता था, രാജ്യങ്ങൾ കാണുന്നതിനെതിരെ നിൽക്കുന്ന, देश को देखने का खिलाफ खड़ा, പട്ടണങ്ങൾ കിട്ടുന്നതിനെതിരെ നിൽക്കുന്ന, जो शहरों को प्राप्त करने का खिलाफ खड़ा, ഭൂഖണ്ഡങ്ങൾ പിടിക്കുന്നതിനെതിരെ നിൽക്കുന്ന, गांडों को कब्जा करने का खिलाफ खड़ा रहना, മൂന്നാം സ്വർഗത്തിൽ കാണുന്നതിനെതിരെ നിൽക്കുന്ന जो तीसरी स्वर्ग देखने का खिलाफ हमारा सामने खड़ा रहना, ഒരു ചെറിയ തടസ്സം. जो आंख का समस्या। പൗലോസിന്റെ കയ്യിൽ വടിയില്ല, വാളില്ല, पौलुस का हाथ में तलवार नहीं है, लाठी नहीं है, കോടമില്ല, കുന്തമില്ല, वहां पर मटका नहीं है, अग्नि और मशाल नहीं है, കാഹളമില്ല, പെട്ടകമില്ല. तुरफी नहीं है, संदूक नहीं है। പക്ഷെ പൗലോസ് വിളിച്ചു പറഞ്ഞ റോമ പിടിക്കുമെന്ന്. लेकिन पौलुस इस प्रकार चिल्लाकर कहा, रोम कब्जा किया जाएगा। പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ റോമ പിടിക്കും, पौलुस ने कहा, रोम कब्जा किया जाएगा, ഞാൻ റോമൻ പിടിക്കും. रोम कब्जा किया जाएगा। ആയുധമില്ലാത്തവൻ, जिसके पास हथियार नहीं है, സേനയില്ലാത്തവൻ, സേന പട്ടാളമില്ലാത്തവൻ, वो बहुत बड़ा मिलिट्री साथ में नहीं है, രാഷ്ട്രീയ അധികാരമില്ലാത്തവൻ, किसी प्रकार का राष्ट्रीय पद नहीं है। പക്ഷെ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ റോമ പിടിക്കും. लेकिन पौलुस ने चिल्लाकर कहा, रोम कब्जा किया जाएगा। കൈസറിന്റെ കൊട്ടാരത്തിൽ സുവിശേഷം കൊണ്ട് എത്തിച്ചു. कैसर का माल के अंदर भी सुसमाचार पहुंचाया है। കൈസറിന്റെ കൊട്ടാരത്തിൽ സുവിശേഷം കൊണ്ട് എത്തിച്ചു. रोम कैसर का उसका राजमहल के अंदर भी सुसमाचार पहुंचाया। ഒരു ചെറിയ തടസ്സം, केवल एक छोटी समस्या, നമ്മുടെ വിടുതൽ ഒരു ചെറിയ തടസ്സം വിളി കേട്ടോ. हमारा छुटकारा के लिए एक छोटी समस्या നിങ്ങളുടെ है। ശുശ്രൂഷ മുന്നോട്ട് വരാതിരിക്കുന്ന ഒരു ചെറിയ തടസ്സം. सेवकाई में आगे बढ़ने से एक छोटी रुकावट। അനനിയാസ് കൈവച്ചപ്പോൾ जब आनन्यास हाथ रखा, തലയിലാ കൈവച്ചത്, പക്ഷെ കണ്ണീന്ന് പോയി. लेकिन सिर पर हाथ रखा, आंख से रुकावट गिर गया है। തലയിൽ കൈവച്ചപ്പോൾ കണ്ണീന്ന് പോയി. सिर पर हाथ रखा, आंख से समस्या गिर गई है। കണ്ണ് നിങ്ങളുടെ മുന്നേറ്റത്തെ കാണിക്കുന്നു, आंख हमारा बढ़ोतरी को दिखाता നിങ്ങളുടെ है, വെളിപ്പാടിനെ കാണിക്കുന്നു, प्रकाशन को दिखाता है, നിങ്ങളുടെ യാത്രയെ കാണിക്കുന്നു, हमारा सफर को दिखाता है, നിങ്ങളുടെ ദർശനത്തെ കാണിക്കുന്നു, हमारे दर्शन को दिखाता है, നിങ്ങളുടെ മുന്നേറ്റത്തെ കാണിക്കുന്നു, आगे बढ़ने की अवस्था को നിങ്ങളുടെ दिखाता है, പുറപ്പാടിനെ കാണിക്കുന്നു. हमारा शुरुआत जो आगे बढ़ने का बढ़ोतरी को दिखाता है। എല്ലാവരും അവരുടെ കൈ കണ്ണിലോട്ട് വെച്ചോട്ടെ. सारे लोग अपना हाथ आंख के ऊपर रखे। കർത്താവ്, എനിക്ക് വെളിപ്പാട് ആവശ്യമാണ്. मुझे प्रभु, मुझे एक प्रकाशन चाहिए, കൃപാവരങ്ങളെ ചലിക്കുന്ന ഒരു വെളിപ്പാട്, मुझे वरदान में बढ़ने के लिए एक प्रकाशन चाहिए, മുന്നോട്ട് പോകാൻ ഒരു വെളിപ്പാട്. आगे बढ़ने के एक प्रकाशन चाहिए। ഞാൻ ഈ കണ്ണുകൊണ്ട് കാണുന്നത് എന്റെ തടസ്സങ്ങളാണ് കാണുന്നത്. जो मैं आंख से मेरा समस्या को देखते हैं, ഞാൻ കാണുന്നത് ചെങ്കടലും യോർദാനുമാണ്. मैं जब हमेशा लाल समुद्र योर्दान को देखते ഞാൻ हैं, കാണുന്നത് ഈ കോട്ടകളാണ്. मैं बहुत बड़ा फाटकों को देखता है, ഞാൻ കാണുന്നത് മരുഭൂമിയുടെ നീളമാണ്. जो मरुस्थल का लंबाई में देखता हूँ, ഞാൻ കാണുന്ന അനാക്യമല്ലന്മാരെയാണ്. बहुत बड़ा योद्धा लोगों को देखता हूँ, ഞാൻ കാണുന്നത് ഞങ്ങൾ വെട്ടുക്കിളി പോലെ ഉള്ളവരാണെന്നാണ് കാണുന്നത്. हम छोटे तितली जैसा हमें दिखता है, ഞാൻ കാണുന്നത് പരാജയമാണ്. हमेशा पराजित अवस्था को देखते हैं। കർത്താവേ, എനിക്ക് മുൻപ് എനിക്ക് ആത്മലോകം കാണണം. प्रभु, ये आंख की वजह से मुझे आगे बढ़ नहीं എനിക്ക് पाता, ആത്മലോകം കാണണം. मुझे आत्मा दुनिया मुझे देखने എനിക്ക് पाए, മൂന്നാം സ്വർഗം കാണണം. तीसरी स्वर्ग में देखने पाए, എനിക്ക് ആത്മവിശ്വാസത്തിലാകണം. मुझे आत्मा का बेदारी में जाना എനിക്ക് है, ആത്മാവിലുള്ളത് കാണണം. मुझे आत्मा में सब कुछ देखना എനിക്ക് है, ദൈവസ്നേഹത്തിന്റെ ആഴം കാണണം. स्वर्ग में जो है मुझे देखना है। ഓ, കരങ്ങളെ തൊട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ताली बजाकर प्रभु കരങ്ങളെ का തൊട്ട് धन्यवाद ദൈവത്തെ സ്തുതിച്ചാട്ടെ. ताली बजाकर കരങ്ങളെ തൊട്ട് ദൈവത്തെ ताली സ്തുതിച്ചാട്ടെ. बजाकर प्रभु का धन्यवाद करें। Hallelujah. हालेलुया। God bless you. God bless you. God bless you. परमेश्वर आपको आशीष करे, बहुत ऐसी आशीष करे।